യേശുവെന്നാൽ ഇങ്ങനെയാ. ക്യാൻസറെല്ലാം കരിഞ്ഞു പോയി, ക്യാൻസറെല്ലാം കരിഞ്ഞു പോയി. ട്യൂമറെല്ലാം മാറിപ്പോയി, ട്യൂമറെല്ലാം മാറിപ്പോയി. കാലെല്ലാം നിവർന്നു വന്നു, കാലെല്ലാം നിവർന്നു വന്നു. ശരിയാകെ സൗഖ്യമായി, ശരിയാകെ സൗഖ്യമായി. എന്നാ കാര്യം ഒന്നേ ഉള്ളൂ, എന്നാ കാര്യം ഒന്നേ ഉള്ളൂ. തൊട്ടേ ഞങ്ങളെ തൊട്ടേ, ഞങ്ങളെ തൊട്ടേ, തൊട്ടേ 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 ശരിയായി, ബിസിനസ്സെല്ലാം ശരിയായി. കാശെല്ലാം വീശവന്നു, കാശെല്ലാം വീശവന്നു. ഞാനാതെ ആള് മാറി, ഞാനാതെ ആള് മാറി. സൗഖ്യമെല്ലാം നടന്നുപോയി, നടന്നുപോയി. വിഘ്നദേശമാകെ മാറി, വിഘ്നദേശമാകെ മാറി. വിശാദെല്ലാം കെട്ടുകെട്ടി, അന്ധകാരം ഓടി മാറി, ഇരുട്ടെല്ലാം വിട്ടുപോയി. എന്നാ കാര്യം ഒന്നേ ഉള്ളൂ, കിഡ്നിക്ക് കുഴപ്പമില്ല, കിഡ്നിക്ക് കുഴപ്പമില്ല. ഡയാലിസിസ് ഇനി വേണ്ട, കരമ്പെല്ലാം ശരിയായി, കാലെല്ലാം നിവർന്നു വന്നു, കൈയെല്ലാം ശരിയായി, കരണ്ട കൈ നിവർന്നു വന്നു, ചെവിയെല്ലാം തുറന്നു വന്നു. കുരുടന്റെ കണ്ണ് കണ്ടു, ചെകിടന്റെ ചെവി കേട്ടു, കുരുടന്റെ കണ്ണ് കണ്ടു, ചെകിടന്റെ ചെവി കേട്ടു. നീങ്ങളെല്ലാവരും സത്യമായി പാടലാമാ. യേശു നിത്യനായ ദൈവമാണ്. നിങ്ങൾ യേശുവിനൊന്ന് മഹത്വം ഒന്ന് കൊടുത്തേ, ശക്തിയോടൊന്ന് മഹത്വം കൊടുത്തേ, ശക്തിയോടൊന്ന് മഹത്വം കൊടുത്തേ. ഈ യേശു ദൈവമാണ്, ഈ യേശു നിത്യനായ ദൈവമാണ്. ഈ യേശുവിനെ പോലെ ഒരു ദൈവമില്ല. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ശക്തിയോടെ ആ യേശുവിന്റെ മഹാസാന്നിധ്യത്തെ ഈ ഗ്രൗണ്ടിലേക്ക് ആയിരക്കണക്കിന് ജനം ഒരുമിച്ച് കരങ്ങളെ വീശിക്കൊണ്ടൊന്ന് സ്വാഗതം ചെയ്താൽ, രണ്ട് കരങ്ങളെ അടിച്ചൊന്ന് ശക്തിയോടെ യേശുവിന് മഹത്വം കൊടുക്കാൻ. Oh, hallelujah. How beautiful the presence of the Lord tonight. Hallelujah. So ഇന്ന് രാത്രിയിലും അതേ ആശയത്തിൽ തന്നെ നമ്മൾ നിന്ന് ആരംഭിക്കുകയാണ്. യേശു ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ ശിഷ്യന്മാർക്ക് പോലും അത്ര പെട്ടെന്ന് മനസ്സിലാകാതെ പോയ ഒരു വലിയ ആശയമാണ് യേശു ദൈവം എന്നുള്ളത്. പക്ഷെങ്കിൽ വളരെ വിരളം ആൾക്കാർക്ക് അത് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നുള്ളൂ. ഒരു വേള ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, യേശുവിന്റെ 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് യേശു മറുരൂപം മലയിലേക്ക് കയറിപ്പോയത് സാധാരണ 33 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ്. പക്ഷെ മലയിൽ ചെന്നപ്പോൾ മട്ടുമാറി തേജസ് വാരിയെടുത്ത പിതാവായ ദൈവം സ്വർഗത്തിൽ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ ഭൂമിയിൽ യേശു പ്രത്യക്ഷനായി. കണ്ടവര് പറഞ്ഞു, അയ്യോ ഇതൊരു വല്ലാത്ത വിചിത്രമാകുന്ന ചിത്രമാകുന്നു, ഞങ്ങൾ ഇതുവരെ കണ്ട ആളല്ല ഇത്. യേശു ദൈവമാണ് എന്ന സത്യം ലോകമെമ്പാടും വ്യാപിക്കണമെന്ന് യേശു ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയിൽ ഈ ഏറ്റവും ആദ്യം സത്യം അറിഞ്ഞത് സാക്ഷാൽ ലൂസിഫർ ആണ്. ലൂസിഫർ ഈ സത്യം അറിയുകയും ലൂസിഫർ ഈ സത്യത്തിന് മുമ്പിൽ വണങ്ങുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും യേശു ദൈവമാണെന്ന് പിതുരയിൽ ഈ ആയിരക്കണക്കിന് ജനം കരമുയർത്തി വിളംബരം ചെയ്യുമ്പോൾ, ഈ രാത്രി കൃപയുള്ളവൻ കാണട്ടെ തകർന്നു വീഴുന്ന അന്ധകാര മേഖലയെ, ഉടഞ്ഞു മാറുന്ന
ഉടഞ്ഞു മാറുന്ന അന്ധകാര മേഖലകൾ. കാരണം എവിടെ യേശു ദൈവമായിട്ട് പ്രത്യക്ഷപ്പെടുന്നോ അവിടെ അന്ധകാരങ്ങൾ കെട്ടുകെട്ടിയേ പറ്റുകയുള്ളൂ. ഇന്ന് രാത്രിയിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ചു. യേശു ഇന്ന് രാത്രിയിൽ ദൈവമായിട്ട് ഇവിടെ അവന്റെ മഹത്വമായി ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവിടുന്ന് ദൈവമാണ്. അവിടുന്ന് ജനിച്ച് ദൈവമായ ആളല്ല, അവിടുന്ന് ദൈവമായിട്ട് ജനിച്ച ആളാണ്. ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് ജനിച്ച ദൈവമായ ആളല്ല, അവിടുന്ന് ദൈവമായിരുന്നിട്ട് ഭൂമിയിൽ ജനിച്ചയാളാണ്. ഇവിടെ ദൈവമെന്ന് അവകാശപ്പെടുന്ന പുള്ളികളെല്ലാം ജനിച്ചിട്ട് ദൈവമായവരാ. പക്ഷെ എന്റെ യേശു ഇവിടെ ജനിച്ചിട്ട് ദൈവമായ ആളല്ല, അവിടുന്ന് ദൈവമായിട്ട് ഇവിടെ ജനിച്ചയാളാണ്. എത്ര പേർക്ക് മനസ്സിലായി? അവിടുന്ന് അത്ഭുതം ചെയ്ത് ദൈവമായ ആളല്ല. യേശു അത്ഭുതം ചെയ്ത് ദൈവമായ ആളല്ല, അവിടുന്ന് ദൈവമായത് കൊണ്ട് അത്ഭുതം ചെയ്തയാളാ. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. യേശു ദൈവമായത് കൊണ്ട് ഉയർത്തെഴുന്നേറ്റയാളാണ്. സോ ഇന്ന് ഞാൻ ഇന്നലെ നിർത്തിയിടത്ത് ഞാൻ ആരംഭിക്കാം. ഈ യേശുവിനെ കാണണമെങ്കിൽ, ഈ യേശു എന്ന ജഡത്തിൽ വെളിപ്പെട്ട 33 വയസ്സുള്ള ഈ ജഡാവതാരത്തിന്റെ അനുഭവത്തെ മനസ്സിലാക്കണമെങ്കിൽ പ്രത്യേകിച്ച് വെളിപ്പാടിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ കണ്ണുകൊണ്ട് കണ്ട്, ചെവി കൊണ്ട് കേട്ട്, കൈ കൊണ്ട് തൊട്ട്, വായു കൊണ്ട് രുചിച്ച് ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന പച്ച യാഥാർത്ഥ്യമാണ് യേശു എന്ന ജഡാവതാരം. പക്ഷെ ആത്മസമ്മതനായ ക്രിസ്തു അഥവാ ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനപ്പുറത്ത് ആത്മാവിൽ വെളിപ്പെട്ട ക്രിസ്തു എന്ന ദൈവത്തിന്റെ ആഴത്തെ കണ്ണുകൊണ്ട് കണ്ടോ, ചെവി കൊണ്ട് കേട്ടോ, കൈകൊണ്ട് തൊട്ടോ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമല്ല അത്. അതിനപ്പുറത്ത് അത് ഒരു വെളിപ്പാടാണ്. പറഞ്ഞാട്ടെ, അതൊരു വെളിപ്പാടാണ്. എന്താണ് അറിവും വെളിപ്പാടും തമ്മിലുള്ള വ്യത്യാസം? അറിവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നതാണ്, നിങ്ങൾക്ക് സ്വയപ്രയത്നത്തിലൂടെ ഉളവാക്കാൻ കഴിയുന്നതാണ് അറിവ്. വെളിപ്പാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വയപ്രയത്നത്തിലൂടെ ഉളവാക്കാൻ കഴിയാത്തതും ദൈവം മറച്ചു വെച്ചതിനെ ദൈവം തന്റെ സമയമാകുമ്പോൾ മറ നീക്കി എടുത്തു കാട്ടുന്നതുമാണ് വെളിപ്പാട്. യേശുവിനെ കുറിച്ച് നിങ്ങൾക്കും എനിക്കും ഉള്ളത് അറിവാണ്. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്കും എനിക്ക് ഉണ്ടാകേണ്ടത് അറിവല്ല, വെളിപ്പാടാണ്. ഹല്ലേലൂയ. ഫിലിപ്പിന്റെ കൈസറിയിൽ വെച്ച് തന്നെ യേശു ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ, യേശു ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ ശീമോനെ നോക്കി, പത്രോസ് എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യനെ നോക്കി. യേശു പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബർയോനായ ശീമോനെ. ബർ എന്ന വാക്കിന്റെ അർത്ഥം സൺ ഓഫ്. ബർയോനായ ശീമോനെ എന്ന വാക്കിന്റെ അർത്ഥം യോഹന്നാന്റെ മോനായ ശീമോനെ. അടുത്ത വാക്ക് ജഡരക്തങ്ങളല്ല. ജഡവും രക്തവും രണ്ടും മേഖലകളാണ്. ഒന്ന് രക്തം, രണ്ട് ജഡം. ജഡം പ്രതിനിധാനം ചെയ്യുന്നത് അമ്മയെയാണ്. ജഡത്തിൽ ഒരമ്മയാണ് നിന്നെ പേറിയത്. രക്തം പ്രതിദാനം ചെയ്യുന്നത് ഒരപ്പനെയാണ്. നിനക്ക് അപ്പനുമായിട്ടുള്ളത് രക്തബന്ധമാണ്, നിനക്ക് അമ്മയുമായിട്ടുള്ളത് ജഡബന്ധമാണ്. അർത്ഥം ജനനം കൊണ്ട് നിനക്ക് കിട്ടിയതല്ല ഇപ്പം നീ പറഞ്ഞത്. ശിമോനെ, ജഡരക്തങ്ങളല്ല, ജഡവും രക്തവും കൂടെ നിനക്ക് തന്നതല്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയായ അപ്പനും ക്രിസ്ത്യാനിയായ അമ്മയ്ക്കും ജനിച്ചപ്പം നിനക്കുണ്ടായ അറിവല്ല നീ ഇപ്പൊ പറഞ്ഞത്. നീ ഇപ്പൊ പറഞ്ഞത് അറിവിനപ്പുറത്ത് വെളിപ്പാടാണ്. ഓ ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവാണ്. എനിക്ക് മൂലക്കിരിക്കുന്നവരൊന്ന് വ്യക്തമായി കണ്ടുകൂടാ, എങ്കിലും ഞാൻ അങ്ങോട്ട് നോക്കി അങ്ങ് പ്രസംഗിക്കുക. ആമേൻ. യേശു ക്രിസ്തുവാണ് എന്നുള്ളത് ഒരു അറിവല്ല, അതൊരു വെളിപ്പാടാണ്. കൊളോസ്യ ലേഖനം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. കൊളോസ്യ ലേഖനം 1:25 മുതലുള്ള വാക്യങ്ങൾ. അത് പൂർവകാലങ്ങൾക്കും, ഏത് ക്രിസ്തു എന്ന ദൈവത്തിന്റെ മർമ്മം, അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന രഹസ്യം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് അറിവായി വന്നിരിക്കുന്നു എന്നല്ല, വെളിപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ രഹസ്യങ്ങൾ പറഞ്ഞറിയിക്കാം, ദൈവത്തിന്റെ രഹസ്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുകയല്ല, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞറിയിക്കുകയല്ല, ആത്മാവിൽ വെളിപ്പെടുത്തി അറിയിക്കുകയാണ്. ഓ ഹല്ലേലൂയ. അറിവ് വേറെ. അറിവ് നീ മരിക്കുമ്പോൾ തീരും. ഞാൻ മരിക്കുമ്പോൾ എന്തൊക്കെ അറിവ്, വേൾഡ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക മുഴുവൻ അരച്ച് കലച്ച് ഞാൻ കുടിച്ചാലും
ഇവിടുത്തെ ഡിക്ഷണറിയുടെ മീനിങ് എന്റെ തലയിലുണ്ടായാലും, ഇവിടുത്തെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പോയി ഡിഗ്രീസ് ഞാൻ എടുത്താലും, ഞാൻ മരിക്കുന്നതോടുകൂടെ എന്റെ ഡിഗ്രി വേസ്റ്റ് ആവുകയാണ്. അറിവുകളെല്ലാം മനുഷ്യനോടുകൂടെ തീരും. എന്നാൽ വെളിപ്പാട് ആത്മാവിലാകയാൽ മനുഷ്യൻ മരിച്ചാലും തുടർന്നുകൊണ്ടിരിക്കും. യേശുവിനെ കുറിച്ചുണ്ടായത് അറിവാണ്, പക്ഷെ ക്രിസ്തുവിനെ കുറിച്ചുണ്ടായത് വെളിപ്പാടാണ്. അതിന്റെ അർത്ഥം ഞാൻ തീർന്നാലും ഇത് തീരത്തില്ല. കരമടിച്ച് യേശുവിനെ മഹത്വമുണ്ട്. അതാ യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ശബ്ദമുയർത്തി പറഞ്ഞാണ്, മരിച്ചാലും ജീവിക്കും. ഇന്ന് ഈ ശുദ്ധ സുവിശേഷം ഈ ദേശത്ത് പറയുമ്പോൾ ഇവിടെ വെച്ച് മരണം വരിച്ചാലും എനിക്കൊരു സങ്കടമില്ല. കാരണം എന്താണെന്നറിയോ, അറിവിന്റെ മേഖലയിൽ ജീവിക്കുന്ന ആളല്ല ഞാൻ, വെളിപ്പാടിന്റെ തലത്തിൽ ജീവിക്കുന്ന ആളാണ്. ഒരു മിനിറ്റ് മുമ്പേ ഇവിടെ നിന്ന് ലോകത്തോട് ടാറ്റ പറയാമെങ്കിൽ നല്ല കാര്യം. കാരണം എനിക്കറിയാം, വിട്ടുപിരിഞ്ഞാൽ ഞാൻ എന്റെ കർത്താവിനോട് കൂടെ ആയിരിക്കും. അറിവിനപ്പുറത്ത് ഒരു തലം എന്റെ ആത്മാവിൽ തുറന്നു കിട്ടി. അതെന്റെ ആത്മാവിൽ ഞാൻ ആരാധിക്കുന്ന നിത്യനായ ദൈവമത്രേ. ഇന്ന് നിങ്ങളുടെ ബുദ്ധിക്കകത്ത് യേശുവിനെ കുറിച്ചുള്ള അറിവിൽ ജീവിക്കുന്നവരാ നിങ്ങളെങ്കിൽ, ബുദ്ധിക്കകത്തെ അറിവിൽ നിന്ന് ആത്മാവിന്റെ വെളിപ്പാടിലേക്ക് ഇന്ന് രാത്രി വളരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അറിവിനപ്പുറത്ത് വെളിപ്പാടിലേക്ക് ഇന്ന് വളരണം. എന്താണ് വെളിപ്പാട്? ഇങ്ങോട്ട് തോന്നി കാണിച്ചു കൊടുക്കാൻ. വെളിപ്പാട് എന്താന്ന് പറയാം. ഒരാളെ നിർത്തി കാണിക്കാം. ഇത് രഞ്ജിത്ത് ബ്രദർ, രഞ്ജിത്തിനെ നിർത്തി വെളിപ്പാട് എന്താണെന്ന് കാണിക്കാം. അറിവെന്ന് പറയുന്നത് ഇതാണ്, ഇന്റലക്ച്വൽ നോളജ്, നോളജ് വിച്ച് യു ക്യാൻ ഏൺ. നിനക്ക് സമ്പാദിക്കാൻ കഴിയുന്ന ജ്ഞാനം, ബുദ്ധി, കേട്ടറിവ്, വായിച്ചറിവ്, കൊണ്ടറിവ്, തൊട്ടറിവ്, രുചിച്ച്, ഇതെല്ലാം അറിവുകളാണ്. ഇതല്ല യേശുവിനെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് ഉണ്ടാകേണ്ടത്. യേശുവിനെ കുറിച്ച് ഉണ്ടാകേണ്ടത് ഇതാണ്, അറിവ്. കുരുടന്റെ കണ്ണിനെ തൊട്ട് സൗഖ്യമാക്കി യേശു, ഊമന്റെ വായെ തൊട്ട് സൗഖ്യമാക്കി യേശു, ചെകിടന്റെ ചെവിയെ തൊട്ട് സൗഖ്യമാക്കി യേശു. ഇതിന് വെളിപ്പാടിന്റെ ആവശ്യമില്ല, അറിവിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ക്രിസ്തു ആത്മാവാകുന്നു. ഹല്ലേലൂയ. യേശു ജീവനുള്ള ദേഹി, ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവ്. ആവർത്തിക്കട്ടെ ഞാൻ ഒന്നുകൂടെ. യേശു ജീവനുള്ള ദേഹി, ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവ്. അതുകൊണ്ടാ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ജീവനുള്ള ദേഹിയായി വന്ന ജീവിപ്പിക്കുന്ന ആത്മാവ്, അതാ യേശു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തത്തുല്യമായ ചില പദങ്ങൾ. മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. രണ്ടാശയം നോക്കി. മനുഷ്യത്വത്തിൽ ജനിച്ചവൻ, ദൈവത്വത്തിൽ ജനനം ആവശ്യമില്ലാത്തവൻ. ഹല്ലേലൂയ. ജഡത്തിൽ വെളിപ്പെട്ട യേശു. ഈ യേശുവിനെ കുറിച്ചുള്ളത് അറിവ്. കാരണം ജഡസംബന്ധന, ജഡത്തിൽ വെളിപ്പെട്ട യേശു. അടുത്തത് ആത്മസംബന്ധനായ ക്രിസ്തു. ക്രിസ്തു ആത്മാവ. ആത്മാവിനെ കുറിച്ച് അറിയാനൊക്കത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ആത്മാവിനെ കുറിച്ച് അറിയാനൊക്കത്തില്ല. ആത്മാവ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാവും? ചിലർ പറയുന്ന ആത്മാവ് കാറ്റ് പോലെയാണ്, ചിലർ പറയുന്ന ആത്മാവ് പുക പോലെയാണ്. ആത്മാവ് എന്ന് പറഞ്ഞ ആത്മശരീരത്തിന്റെ ഉടമ എന്നർത്ഥം. ദേഹം, ദേഹി, ആത്മാവ്. തൃതീയ മണ്ഡലങ്ങളിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ പുറമെ കാണുന്നതിനെ ദേഹം എന്ന് വിളിക്കുന്നു. ഈ ദേഹത്തെ ഒന്ന് അമർത്താമെങ്കിൽ ദേഹിയാണ്. ഈ ദേഹത്തിന്റെ വിചാര, വികാര, ക്രോധാദികളാണ് ദേഹി. ഈ ദേഹത്തെ ഒന്ന് നന്നായിട്ട് ഉപദ്രവിച്ചാൽ ദേഹിയാണ്. ഈ ദേഹത്തിന്റെ വികാരം, വിചാരം, ക്രോധം, ഇത് മുഴുവൻ കാണാം. അതാ ദേഹി. എന്നാൽ ഇതുമല്ലാതെ ഒരകക്കാമ്പി മനുഷ്യനുണ്ട്. അതത്ര ആത്മാവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്യും. യേശു എന്ന മനുഷ്യത്വത്തെ കുറിച്ചുള്ള അറിവ് ഏറിയാൽ ദേഹത്തിലും ദേഹിയിലും നിൽക്കും. ക്രിസ്തു എന്ന ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് ആത്മാവാകയാൽ ദേഹത്തിലല്ല, ദേഹിയിലല്ല, ആത്മാവിൽ. കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഞാനത് വിശദീകരിക്കാം, എടുക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു. യോഹന്നാൻ 1, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവമക്കളാവാൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ടു, അവന്റെ നാമത്തെ വിശ്വസിച്ചു. രണ്ട് പദം എന്ന് പറഞ്ഞേ, അവനെ കൈക്കൊണ്ടു, യേശുവിനെ കൈക്കൊണ്ടു, യേശുവിന്റെ നാമത്തെ വിശ്വസിച്ചു. രണ്ട് കാര്യം എല്ലാവരും പറഞ്ഞാണ്. യേശുവിനെ കൈക്കൊണ്ടു, പറഞ്ഞു. യേശുവിനെ കൈക്കൊണ്ടു, യേശുവിന്റെ നാമത്തെ വിശ്വസിച്ചു. പറഞ്ഞു. യേശുവിനെ കൈക്കൊണ്ടു, യേശുവിന്റെ നാമത്തെ വിശ്വസിച്ചു. കൈക്കൊണ്ടു, വിശ്വസിച്ചു, യേശുവിനെ വിശ്വസിച്ചു, ക്രിസ്തുവിനെ കൈക്കൊണ്ടു. യേശു ദൈവപുത്രനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റുപറയുക. യേശു ദൈവപുത്രനെന്ന്, യേശുവാന്നല്ല, യേശു ക്രിസ്തുവാന്ന്, യേശു ദൈവമാന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. വായ് കൊണ്ട് ഏറ്റുപറയുമ്പം രക്ഷിക്കപ്പെടും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതന്നെ യോഹന്നാൻ 1:11 പറയുന്നു. അവനെ കൈക്കൊണ്ടു, അവന്റെ നാമത്തെ വിശ്വസിച്ചു. ഒരാളെ കൈക്കൊണ്ടു, കൈ അകത്താക്കി, ഒരു നാമത്തെ വിശ്വസിച്ചു. അവന്റെ നാമം യേശു, അവൻ ക്രിസ്തു. ഹല്ലേലൂയ. ജഡത്തിൽ വെളിപ്പെട്ട യേശു, അവൻ മരിച്ചു, മരിച്ചവനെ വിശ്വസിച്ചു. ആത്മാവിൽ വെളിപ്പെട്ട ക്രിസ്തു, അവനെ ആത്മാവിൽ കൈക്കൊണ്ടു. ഹല്ലേലൂയ. ആർക്ക് മനസ്സിലാകുന്നാവോ? ഇനി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഈ ജഡത്തിൽ വെളിപ്പെട്ട യേശു, അതിനെ കുറിച്ച് പറയാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലായി. ജഡത്തിൽ വെളിപ്പെട്ട യേശു, കൈകളിൽ ആണി അടിച്ച് നിൽക്കുന്ന യേശു. എന്നെ പിടിച്ചു, കുഴപ്പമില്ല. ഓക്കെ, കൈകളിൽ ആണി അടിച്ച് നിൽക്കുന്ന യേശു, ഇതാണ് ജഡത്തിൽ വെളിപ്പെട്ട യേശു. ആണി അടിച്ചിരിക്കുന്നത്. ഇതിനെ ആർക്കും അകത്താക്കാൻ ഒക്കത്തില്ല. കാരണം ഇത് ജഡസമ്മതന, ജഡത്തിലിരിക്കുക. ഈ 33 വയസ്സുകാരനെ എങ്ങനെ ഇതിന്റെ ഉള്ളിലോട്ടൊന്ന് കയറ്റിക്കുക? എവിടോ. പക്ഷേ ഈ ആളെ വിശ്വസിക്കാൻ പറ്റും. ഹലോ, അതാ പറഞ്ഞ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കണം. വിശ്വസിക്കേണ്ട നാമം ഏത്? യേശുവിന്റെ നാമം. ഏത് നാമം? നിന്റെയും എന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച ഏക നാമം. പരമടിച്ചു യേശുവിനെ സ്തുതിച്ചു. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ആ നാമത്തെ വിശ്വസിക്കണം. ഹല്ലേലൂയ. പക്ഷേ 33 വയസ്സുകാരനായി ഇടത്തോട്ടും വലത്തോട്ടും മുടി ജീവിയ ചെറുപ്പക്കാരനെ നിങ്ങളുടെ ഉള്ളിൽ കൈക്കൊള്ളാൻ പറ്റൂല. ജഡത്തിൽ യേശുവിനെ അടക്കിയ ശേഷം മറിയ വന്ന് ചോദിക്കുന്നു, അവനെ എവിടെ വെച്ചെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോട്ടെ. മറിയ ചോദിച്ചത് 33 വയസ്സുള്ള ആ സുന്ദര ശരീരത്തെയാണ്. മറിയോട് ഇനി മറുപടി, മറിയ, നിനക്കിനി അവനെ ശരീരത്തിൽ എടുക്കാൻ ഒക്കത്തില്ല. കാരണം ഇനി അവൻ ശരീരസ്ഥനല്ല, ഇനി അവൻ ആത്മസ്ഥനാ. ഓ, ഇപ്പൊ തന്നെ വിശ്വസിക്കാമെങ്കിൽ ഇതിവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി നേരം പ്രസംഗിക്കാൻ പറ്റിയ അത്തരത്തിൽ ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി മൂടി കിട്ടുന്നു. ഭയങ്കര അതിശയങ്ങളെ ചെയ്യാൻ വേണ്ടി ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടതൊന്നുമല്ല, ഇന്ന് രാത്രി വലിയ സംഭവിക്കാൻ പോകുന്നു. കരമടിച്ച് യേശുവിന് മഹത്വം. ഹല്ലേലൂയ. ജഡത്തിൽ വെളിപ്പെട്ട യേശു, ജഡത്തിൽ വെളിപ്പെട്ട യേശു വിളിച്ചു പറയുക, എന്നെ വിശ്വസിക്ക, എന്നെ വിശ്വസിക്ക, എന്നെ വിശ്വസിക്ക, ഞാൻ ദൈവമാണെന്ന് വിശ്വസിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡത്തിൽ വെളിപ്പെട്ട എന്നെ വിശ്വസിക്ക, എന്നെ കൈക്കൊള്ള, യേശുവിനെ വിശ്വസിക്ക, ക്രിസ്തുവിനെ കൈക്കൊള്ള. ക്രിസ്തുവിനെ കൈക്കൊള്ളാൻ പറ്റുമോ? ക്രിസ്തുവിനെ കൈക്കൊള്ളാൻ പറ്റും. കാരണം ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവാ. എവിടെ കൈക്കൊള്ളാൻ പറ്റും ക്രിസ്തുവിനെ? ഈ മനുഷ്യന്റെ ആത്മാവിൽ കൈക്കൊള്ളാൻ പറ്റും. ഹലോ, കയ്യെ കയറത്തില്ല, കണ്ണേലും കയറൂല, ആത്മാവിൽ കയറും. അതിനു വേണ്ടിയ ആത്മാവുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഓ, ഹല്ലേലൂയ.
നിങ്ങളുടെ ദേഹം മണ്ണിൽ നിന്ന് എടുത്തതാകിയാൽ ഇതിന്റെ ആഗ്രഹം ഇതോട് ചേരുക എന്നുള്ളതാ. എന്നാൽ നിങ്ങളുടെ ആത്മാവ് വിണ്ണിൽ നിന്നുള്ളതാകിയാൽ അതിന്റെ ആഗ്രഹം വിണ്ണോട് ചേരുക എന്നുള്ളതാ. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ദൈവത്തെ താ, എനിക്ക് ദൈവത്തെ താ, ഗിവ് മി ഗോഡ്, ഗിവ് മി ഗോഡ്, എനിക്ക് ദൈവത്തെ താ, എനിക്ക് ദൈവത്തെ. എന്നാൽ നിങ്ങളുടെ ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് ലോകത്തെ താ, എനിക്ക് ലോകത്തെ താ, എനിക്ക് ഒന്ന് ഇവിടുത്തെ ഒന്ന് അവിടുത്തെയാ. എത്ര പേർക്ക് മനസ്സിലാവുന്നു? ഇന്ന് രാത്രി യോഗത്തിന് വരാൻ ഒരുങ്ങിയപ്പോഴേ ഇവിടുത്തേത് പറഞ്ഞു വേണ്ട, അവിടുത്തേത് പറഞ്ഞു പോയേക്കാം, അവിടുത്തേത് കേട്ട് അനുസരിച്ച് വന്നവരാ ഇന്ന് രാത്രി ഇവിടെ എത്തിയിരിക്കുന്നത്. അവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി ജീവിപ്പിക്കുന്ന ദൈവമായിട്ട് സാക്ഷാൽ ദൈവപുത്രൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ മഹത്വം ഇവിടെ ചലിക്കുന്നു. ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെ ഞാൻ വിശ്വസിച്ചപ്പോഴേ അവൻ എന്നോട് പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകും. എവിടെ ഉണ്ടാകും? ആത്മാവിലുണ്ടാകും. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന രഹസ്യമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ രഹസ്യത്തിന്റെ മഹിമാഫലമെന്ന് അറിയിപ്പാൻ ദൈവത്തിന്റെ ഇഷ്ടം വന്നു. അതോ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ക്രിസ്ത്യാനിയേ, ഇന്നും എന്നും എല്ലാ കാലത്തും യേശുവിനെ ഇടത്തോട്ടും വലത്തോട്ടും മുടി ജീവിയ ചെറുപ്പക്കാരനായിട്ട് കുരിശെ കെട്ടിത്തൂക്കി ഇടരുതേ. കുരിശെ കെട്ടിത്തൂക്കിയ ആള് ഇന്നിതാ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവായിട്ട് കുരിശാലല്ല, കല്ലറയിലല്ല, മാലയുടെ അറ്റത്തുമല്ല, ഉള്ളിലിരിക്കാൻ, അകത്തിരിക്കാൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അത്താഴയിലല്ല, അരമനയിലല്ല, ചില്ലുകൂട്ടിലല്ല, നിങ്ങളിലിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിച്ച് നീ എവിടെയും പോകണ്ട. ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നിരിക്കുക. ഹല്ലേലൂയ. യേശു എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജഡത്തിൽ വന്നത് നിങ്ങൾക്ക് വേണ്ടി മരിക്കാനാ. ഞാൻ ആത്മാവിൽ വന്നത് മരിക്കാനല്ല, നിങ്ങളുടെ അകത്ത് കയറി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനുമാ. രണ്ടുപേർക്ക് കരം കൊടുത്ത് പറഞ്ഞ്, ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനും. ഇന്ന് രാത്രി ഈ യോഗം അവസാനിക്കും മുമ്പേ എന്റെ പ്രാണപ്രിയൻ ഇവിടെ വന്നാൽ, അവന്റെ വരവിന്റെ കാലച്ചയുടെ ശബ്ദം ഇവിടെ കേട്ടാൽ, ഈയന് പൊങ്ങുന്ന പോലെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച മുഴുവൻ വിശുദ്ധന്മാരും കർത്താവ് തൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നുണ്ട് രൂപാന്തരപ്പെട്ട് അവനോട് കൂടെ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി കരങ്ങളെ ഉയർത്തി വീശി, ആ മഹത്വമുള്ള ദൈവ സാന്നിധ്യത്തെ രണ്ട് കരങ്ങളെ ഉയർത്തി വീശി ഇന്ന് രാത്രി യേശുവിനെ മഹത്വം കൊടുത്താണ്. അവന്റെ ഭയങ്കര സാന്നിധ്യം കൊണ്ട് ഇന്ന് രാത്രി ഗ്രൗണ്ട് മുഴുവൻ നിറയുന്നു. അവന്റെ മഹത്വം കൊണ്ട് ഇന്ന് രാത്രി ഗ്രൗണ്ട് മുഴുവൻ നിറയുന്നു. യേശുവെന്ന് വിളിച്ചു, വായ്പയെന്ന് വിളിച്ചു, യേശുവെന്ന് വിളിച്ചു. ആ നാമത്തിന്റെ ഭയങ്കര ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് എനിക്ക് അടച്ചിട്ട വാതിൽ തടസ്സമായിരുന്നു. പക്ഷെ ഇന്ന് അടച്ചിട്ട വാതിൽ അടച്ചിരിക്കുമ്പോ തന്നെ ഞാൻ അകത്ത് കയറും. അന്ന് ഞാൻ കൂടെ നടക്കുകയായിരുന്നു. അന്ന് ഞാൻ പത്രോസിന്റെ കൂടെ നടന്നു. അന്ന് ഞാൻ യോഹന്നാന്റെ കൂടെ നടന്നു. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കൂടെ നടപ്പ് നിർത്തി അകത്തിരിപ്പ് തുടങ്ങി. ഇന്ന് യേശു കൂടെ നടക്കുകയല്ല, അകത്തിരിക്കുക. വിശ്വസിക്കുന്ന നിന്റെ അകത്തോട്ട് കയറാൻ വേണ്ടി ആ ഹൃദയത്തിന്റെ വാതിൽക്ക നീങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി യേശു മുട്ടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. യേശുവേ, 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 രാജാവേ, രാജാവേ, യേശുവേ, യേശുവേ. അകത്തോട്ട് കയറാനായിട്ട് മോളെ നിന്നെ ഞാൻ ജയിപ്പിക്കാടി. മോനെ നിന്നെ ഞാൻ ജയിപ്പിക്കാടാ. നീ തോറ്റ നാട്ടിൽ തന്നെ നിന്റെ തല ഞാൻ ഉയർത്താമടാ. നീ തീർന്നെന്ന് പറഞ്ഞിടത്ത് തന്നെ
നിന്നെ ഞാനൊന്ന് മാനിക്കാമടാ, നിന്റെ രോഗത്തെ ഞാൻ സൗഖ്യമാക്കാമടാ. എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി നിന്റെ ഉള്ളിൽ കയറാൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു 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 ചലിക്കട്ടെ ചലിക്കട്ടെ ചലിക്കട്ടെ. ഇന്ന് രാത്രി ക്രിസ്തു എന്ന അഭിഷിക്തൻ ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുർഭൂതങ്ങൾ അലറി നിലവിളിക്കട്ടെ, അന്ധകാര ശക്തികൾ അഴിഞ്ഞുണരട്ടെ. ഈ രാത്രി വാഴ്ചകളും അധികാരങ്ങളും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുകുത്തട്ടെ. എല്ലാം നാവും എന്തു പറയട്ടെ, യേശു മാത്രം കർത്താവെന്ന്. അഴിഞ്ഞു തുടങ്ങി, അഴിഞ്ഞു തുടങ്ങി. ആ നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികൾ ഇന്ന് രാത്രിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കരമടിച്ച് പ്രതികരിച്ചു. അഴിഞ്ഞടങ്ങട്ടെ. ദുരാത്മാക്കളിൽ ഇന്ന് ക്രിസ്തുവിനെ പിടിക്കുകയാണ്. ദുരാത്മാക്കളെ ക്രിസ്തുവിനെ പിടിക്കുകയാണ്. മകത്വത്തിന്റെ യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശു എന്ന നാമം, സുന്ദരമായ നാമം, യേശു എന്ന നാമം, ജയത്തിന്റെ നാമം, യേശു എന്ന നാമം, സകല മുഴങ്കാലുകളും മടങ്ങുന്ന നാമം, വിതുരയിലെ അന്ധകാരങ്ങൾ കെട്ടുകെട്ടുന്ന നാമം, അന്ധകാരങ്ങളെ കെട്ടുകെട്ടിക്കുന്ന നാമം, സ്വർലോകരുടെയും ഭൂലോകരുടെയും സർവ മുഴങ്കാലുകളും മടക്കുന്ന നാമം, ആത്മാവിൽ കയറി നിന്നെ ജയിപ്പിക്കുന്ന നാമം, ആത്മാവിൽ ഇരുന്ന് നിന്നെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്ന നാമം, ആത്മാവിൽ ഇരുന്ന് ദേഹിയെ പിടിക്കുന്ന നാമം, ആത്മാവിൽ ഇരുന്ന് ദേഹത്തെ സൗഖ്യമാക്കുന്ന നാമം, ആത്മാവിൽ ഇരുന്ന് നിന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് ഹൃദയത്തിൽ ചലിക്കുന്ന നാമം, യേശു എന്ന നാമം, സുന്ദരമായ നാമം. ആ നാമത്തെ വിളിച്ചു, ലക്ഷം കൂടാതെ വിളിച്ചു. ആടെ അഴിയുന്നു, ആ ദുരാത്മാക്കൾ അഴിയുന്നു, ഭയങ്കര ദൈവസാന്നിധ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. സമയമായി, സമയമായി. പൈശാചിക ആത്മാക്കൾ വ്യക്തികൾക്കുള്ളിൽ നിന്ന് വിട്ടു വിട്ടു ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജീസസ്, ജീസസ്. സഹോദരി, ഇവിടെ നോക്കിക്കേ, നിങ്ങളുടെ വയറിന്റെ ഇടത്തെ ഭാഗത്ത് ഈ പ്രയാസം ആരംഭിച്ചിട്ട് പിടിച്ചു നോക്കാൻ കഴിയുന്ന ചെറിയ ബോളിന്റെ വലുപ്പമുള്ള ഈ മുഴ പ്രത്യക്ഷപ്പെട്ടിട്ട് 19 വർഷമായി. ശരിയല്ലേ ഈ പറയുന്നേ? ശരിയല്ലേ? ഇന്ന് ഇപ്പം ഇവിടെ വെച്ച് അത് അപ്രത്യക്ഷമാകാൻ പോവാ. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? ഉറപ്പാണ്? എന്നാ എഴുന്നേറ്റോ, എന്നാ എഴുന്നേറ്റോ, കൈവച്ചോ, കൈവച്ചോ. ദൈവശക്തി അടിക്കുന്ന സഹോദരന്റെ മേലേക്ക് അതിപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രത്യക്ഷമാണ്. യേശുവിന്റെ മഹത്വം, അത് യേശുവിന്റെ മഹത്വം ഇപ്പൊ ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര തീ ഇറങ്ങുന്നു. യേശുവിന്റെ നാമം, അത്ഭുതത്തിന്റെ നാമം, യേശുവിന്റെ നാമം. യേശുവെന്ന നാമം, അത്ഭുതത്തിൻ നാമം. ഒന്ന് പറഞ്ഞേ, യേശുവെന്ന നാമം, അത്ഭുതത്തിൻ നാമം. 19 വർഷമായി ഒഴയിട്ട് കൈ വെച്ചിരിക്കുന്നിടത്ത കണ്ടോ, ആ പോസ്റ്ററിലേക്ക് ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുക, ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുക. എഴുന്നിട്ട് നോക്കുമ്പോൾ അവിടെ കാണുകയില്ല, എഴുന്നിട്ട് നോക്കുമ്പോൾ അവിടെ കാണുകയില്ല. ദൈവശക്തി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ മഹത്വം ഇപ്പോൾ തന്നെ വ്യാപിച്ച് വ്യാപരിച്ച് ഇറങ്ങട്ടെ. അവളെ എഴുന്നേപ്പിച്ചോ, അവളെ എഴുന്നേപ്പിച്ചോ. കഴിഞ്ഞു 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 കഴിഞ്ഞു. തപ്പിക്കോ തപ്പിക്കോ, വേഗം തപ്പിക്കോ തപ്പിക്കോ. ഉണ്ടാവിടെ ഒച്ചത്തിൽ പറ. ഇല്ല
നോക്ക്, നിങ്ങൾ കണ്ടതല്ലേ അത്? യേശുവെന്ന നാമത്തെ വിളിച്ചു, ആ നാമത്തെ വിളിച്ചു, ആ നാമത്തെ വിളിച്ചു. അത്ഭുതത്തിൻ നാമം, യേശുവെന്ന നാമം, 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 രോഗം മാറ്റും നാമം, യേശുവെന്ന നാമം, വിടുതൽ നൽകും നാമം, യേശുവെന്ന നാമം, ക്യാൻസർ മാറ്റും നാമം, യേശുവെന്ന നാമം, അത്ഭുതത്തിൻ നാമം, യേശുവെന്ന നാമം, രോഗം മാറ്റും നാമം. യേശുവിന്റെ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ രാത്രി ജഡത്തിൽ വന്ന യേശുവിനെ, യേശുവിലൂടെ നിങ്ങൾ ക്രിസ്തുവിനെ കാണണമേ. അവിടുന്ന് ജഡത്തിൽ വെളിപ്പെട്ട മാത്രം ഒരു അനുഭവമല്ല. ആയിരുന്നെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മനുഷ്യ ദൈവത്തെ പോലെ അവന് ഒതുങ്ങിയേനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അവൻ അത്ഭുതങ്ങൾ കാട്ടി ദൈവമായവനല്ല, അവൻ ദൈവമായിരുന്നത് കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്തവന്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കൊടിയ പാവി യേശു ഇവിടെ വന്നത് നീതിമാന്മാരെ അന്വേഷിച്ചിട്ടല്ല. ഇന്നലെ ഞാൻ വഴിയിലേക്ക് ഇറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ബ്രദറെ, ഞാൻ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ ഒന്ന് തൊടാൻ കൊതിയുണ്ട്, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ അയോഗ്യൻ. ഞാൻ ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിങ്ങനെ പറഞ്ഞു, എന്റെ സഹോദര, നീ അയോഗ്യനായതുകൊണ്ടാ നിന്നെ തേടി യേശു വന്നത്. യേശു ഇവിടെ തേടി വന്നത് നീതിമാന്മാരെ തേടിയല്ല. ഇന്ന് വിദൂരദേശം അറിയുന്ന ഒരു മോഷ്ടാവ് ഇവിടെ ഉണ്ടെങ്കിൽ അവനായിരിക്കും ഏറ്റവും ആദ്യം രക്ഷ കിട്ടുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ നാടറിയുന്ന ഒരു വ്യഭിചാരി ഇവിടെ ഉണ്ടെങ്കിൽ അവനായിരിക്കും ഏറ്റവും ആദ്യം രക്ഷ കിട്ടുന്നത്. ഇന്ന് രാത്രി ഈ നാട് മുഴുവൻ പേരെടുത്ത് പറയുന്ന ഒരു കൊലപാതകി ഈ നാട്ടിലുണ്ടെങ്കിൽ ആ കൊലപാതകിയെ അന്വേഷിച്ച ഇന്ന് ഈ ഗ്രൗണ്ടിൽ യേശു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ യോഗത്തിൽ, സഭയ്ക്കകത്തല്ല, ഈ കൺവെൻഷൻ യോഗത്തിൽ യേശു അന്വേഷിച്ചു വന്നിരിക്കുന്നത് പെന്തിക്കോസ്തുകാരെ അല്ല, പാവികളെയാ. ഞാൻ അയോഗ്യനാന്ന് ആരെങ്കിലും പറയുമ്പോ അതാ നിന്റെ യോഗ്യത യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ. ഇന്ന് രാത്രി ആരൊക്കെയോ രക്ഷ പ്രാപിക്കുന്നു. എന്റെ പ്രിയനെ, നിനക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റി തന്നിട്ട് നിന്റെ അകത്ത് കയറാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഈ യേശു മുട്ടിക്കൊണ്ടിരിക്കുക. തുറന്നതാടാ, തുറന്നതാടാ, തുറന്നതാടാ. ഞാൻ നിന്റെ ഉള്ളിൽ ഒന്ന് കയറട്ടെ, ഞാൻ നിനക്ക് നിത്യജീവൻ തരാം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും എന്നിൽ വിശ്വസിക്കുന്നവൻ. ഹല്ലേലൂയ. ഞാൻ യേശുവിൽ കണ്ട ഏറ്റവും വിശിഷ്ടമായ ഒരു പ്രത്യേകത, യേശുവിനെ ഞാൻ അന്വേഷിച്ചു പോയതല്ല ബ്രദറെ, യേശു എന്നെ അന്വേഷിച്ചു വന്നതാണ്. ഹല്ലേലൂയ. പാപികൾ ഒന്നാമനായിരുന്നു ഞാനും നിങ്ങളെ എന്നെ തേടി യേശു വന്നതാണ്. ഇവിടെ ആരും മരിക്കും നിനക്കും എനിക്കും വേണ്ടി. 1000 രൂപ ഒരാൾക്ക് വേണ്ടി മുടക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ചിന്തിച്ചു നോക്ക്, നീ ഞാനും പാപിയായിരിക്കുമ്പോൾ, നീ ഞാനും ദോഷിയായിരിക്കുമ്പോൾ, നീ ഞാനും കൊള്ളരുതാത്തവരായിരുന്നപ്പോൾ ഈ യേശു എനിക്കും നിനക്കും വേണ്ടി മരിച്ചിട്ട് എന്നോടും നിന്നോടുമുള്ള സ്നേഹത്തെ കാൽവരി ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി യേശുവെന്ന് നീ വായ് തുറന്ന് വിളിക്കുന്ന ഉടനെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നിനക്ക് വേണ്ടി മരിച്ച യേശുവിനെ നീ വായ് കൊണ്ട്, യേശുവെ നിന്നെ എനിക്ക് വേണം എന്ന് വായ് കൊണ്ട് വിശ്വസിച്ച്, ആ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോ നിന്റെ ആത്മാവിൽ ഇന്ന് രാത്രി ഈ ദൈവം വന്ന് അണയുകയാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക്. രക്ഷിക്കപ്പെടുക എന്ന ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. പോളിയോ 22 വർഷമായിട്ട് വളഞ്ഞു പോയ കാലം പ്രാർത്ഥനയിൽ നിവരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ കൃപയാൽ ശ്വാസം വിട്ടുപോയിട്ട് ഡോക്ടേഴ്സ് മരിച്ചു എന്ന് പറഞ്ഞ കേസുകൾ മരണത്തിൽ നിന്നും തിരിച്ചു വന്ന ചരിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അത്ഭുതങ്ങൾ അനേകം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഒരാളുടെ വീണ്ടും ഞാൻ കണ്ടു. ഒരാളുടെ വീണ്ടും ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഈ കാല് വളഞ്ഞ ബ്രദറും ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ബ്രദറും കൈ നീണ്ടു വന്ന ബ്രദറും എല്ലാം മരിക്കും കേട്ടോ.
യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ ഇവൻ മരിച്ചാൽ ഇവന്റെ പോക്ക് കാല് വളഞ്ഞു നിവർന്നത് കൊണ്ട് സ്വർഗത്തിലേക്ക് എന്നല്ല. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത സകലരും നരകത്തിലേക്ക് പോകത്തുള്ളൂ. നരകം എരിയുന്നു. നരകത്തിന്റെ വിറകുകൊള്ളികളായി നിങ്ങളെ പലരെ അവിടെ തീ കൂട്ടാൻ പിശാച് കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ വിളക്കാകാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആര് പറയും? സത്യത്തിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, രക്ഷിക്കപ്പെടുക എന്ന ക്രിയ എത്ര വലുതാണെന്ന്. ഒരു വ്യക്തി ക്രിസ്തുവിനെ തിരിച്ചറിയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാടാണ് ക്രിസ്തു, അറിവല്ല. അറിവ് യേശു ആണെങ്കിൽ വെളിപ്പാടാണ് ക്രിസ്തു. ക്രിസ്തുവിനെ ദൈവം കണ്ണു തുറക്കുമ്പോൾ ഒരാൾ അറിയുകയാണ്. അതാണ് സത്യം. ഞാൻ ഇന്ന് ക്രിസ്തുവിനെ കാണും എന്ന് പറഞ്ഞു പോയാൽ ഒരു പക്ഷേ ക്രിസ്തുവിനെ കാണണമെന്നില്ല. പക്ഷെ ക്രിസ്തുവിനെ കാണാൻ ദൈവം ഒരാളുടെ കണ്ണ് തുറന്നു കൊടുത്താൽ അയാൾ ക്രിസ്തുവിനെ കാണും. അയാൾ ക്രിസ്തുവിനെ കാണുന്ന ഉടനെ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, അവന്റെ ആത്മാവിലേക്ക് കണ്ട ക്രിസ്തു വാസം തുടങ്ങുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. ക്രിസ്തീയ ജീവിതം നിങ്ങളെ നിയന്ത്രിക്കുന്ന ജീവിതമല്ല, നിങ്ങളിൽ വന്ന യേശു നിങ്ങളെ നിയന്ത്രിക്കുന്ന ജീവിതമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. 5 ഷാപ്പിന്റെ ലൈസൻസ് ആയിരുന്നു ഈ മനുഷ്യൻ. 1, 2 അല്ല, 5 ഷാപ്പിന്റെ ലൈസൻസ് ആയിരുന്നു ഈ മനുഷ്യൻ. നിങ്ങളുടെ പിതാക്കന്മാരായിട്ട് എത്ര വർഷങ്ങളായിട്ട് ഈ ഷാപ്പ് നടത്തുന്നുണ്ട്? 40 വർഷമായിട്ട് പിതാക്കന്മാരുടെ കാലത്ത് ലൈസൻസ് എടുത്ത് 3-4 ലൈസൻസുകളായി പെരുകി സ്ഥലം വാടകയ്ക്ക് കൊടുത്തും ഷാപ്പ് നടത്തി ഷാപ്പിനകത്ത് ആഹാരം ഉണ്ടാക്കി കൊടുത്തും പരമ്പരാഗതമായി ഷാപ്പ് നടത്തിക്കൊണ്ടിരുന്ന കുടുംബമാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നത് പ്രസംഗമല്ല. പ്രസംഗത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയുകയില്ല. ആ സത്യം നിങ്ങൾ തിരിച്ചറിയാതെ പ്രസംഗത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയുകയില്ല. സജിത്ത് എന്ന് പറയുന്ന ഈ കൊച്ചി ഇറക്കേണ്ട വാക്കിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ഒക്കത്തില്ല. ഞാൻ എത്ര ഇവിടെ കിടന്ന് തൊണ്ട കീറി പറഞ്ഞാൽ എന്റെ വാക്ക് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയില്ല. പക്ഷേ ഈ വാക്ക് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന വ്യക്തി നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, എനിക്ക് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുകയില്ല. പക്ഷെ ഞാൻ പറയുന്ന വാക്കിനാൽ നിങ്ങളുടെ അകത്ത് വരുന്ന ഒരു ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തു നിങ്ങളെ രൂപാന്തരപ്പെടുന്നു. രഞ്ജിത്തിനെ രൂപാന്തരപ്പെടുത്തിയത് തീരുമാനങ്ങളല്ല. ചിലരുടെ വിചാരം ഞാൻ ഇന്നങ്ങ് തീരുമാനിച്ച ജയിക്കുന്ന. എത്ര തീരുമാനം ഇതിനോടൊക്കെ എടുത്തുവന്ന് തീരുമാനം എടുത്തിട്ടുള്ളവർക്കറിയാം. തീരുമാനത്തിന്റെ മഞ്ഞമല്ല ജയിക്കാത്തതിന്റെ കുറ്റം. കാരണം എന്താ, തീരുമാനിച്ചാലും നിലനിൽക്കാൻ പറ്റുന്നില്ലെന്നുള്ളത് ആ സത്യാവസ്ഥ. ഈ പരാജയത്തിൽ നിന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് യേശു നിന്റെ അകത്തേക്ക് വരുന്നത്. രഞ്ജിത്തെ, എങ്ങനെയായി കുഴിയിൽ നിന്ന് കര കയറിയെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രഞ്ജിത്തിന് ഇതല്ലേ പറയാനുള്ളത്? എന്റെ ബ്രദറെ, എനിക്കൊന്നും അറിയത്തില്ല. യേശു അകത്ത് വന്ന് മാറ്റി. അതാണ്. അതെ. എങ്ങനെയാ ഒന്ന് പറഞ്ഞു? യേശു അകത്ത് വന്ന് മാറ്റിയതാ, അല്ലാതൊന്നുമല്ല. ഒന്നുമല്ല. ആൾക്കാരൊന്നും പറഞ്ഞാൽ കൈക്കൊള്ളത്തില്ല. ആ സൈസ് അല്ല. ആൾക്കാർ കണ്ടോ, രഞ്ജിത്തിനെ മാറ്റിയത് വാക്കല്ല, നാക്കല്ല, കയ്യടിയല്ല, ഒച്ചപ്പാടല്ല, കീബോർഡല്ല, ആരാധനയല്ല, പാട്ടല്ല. രഞ്ജിത്തിനെ രൂപാന്തരപ്പെടുത്തിയത് അകത്തു വന്ന ക്രിസ്തുവാണ്. ഇന്ന് രാത്രിയിലും നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ അകത്ത് കയറാൻ കാത്തവൻ ഇരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കാണാൻ കഴിയുന്നു. കർത്താവ് ചിലരുടെ ഉള്ളിലോട്ട് ഇങ്ങനെ അകത്തോട്ട് ചെന്നിട്ട് പറയുക, എന്നെ ഒന്ന് അനുവദിക്കേ, നിന്റെ കുടുംബം തകർന്നു കിടക്കുകയല്ലേ, എന്നെ ഒന്ന് അനുവദിക്കേ, ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്ന് കയറട്ടെ. നിന്റെ വീട് മുഴുവൻ രോഗമല്ലേ, എന്നെ ഒന്ന് അനുവദിക്കേ, ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്ന് കയറട്ടെ. എന്നെ ഒന്ന് ഉള്ളിലോട്ട് സ്വീകരിക്കേ, ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്ന് കയറട്ടെ. എനിക്ക് നിന്നെ ജയാളിയാക്കാൻ താല്പര്യമുണ്ട്. ഈ പരാജയപ്പെടുന്ന സ്ഥലത്ത് തന്നെ ഞാൻ നിന്നെ ജയിപ്പിക്കാം. നീ എന്നെ ഒന്ന് ഉള്ളിലോട്ട് സ്വീകരിക്കേ, എന്നെ ഒന്ന് രക്ഷിതാവും കർത്താവുമായിട്ടൊന്ന് സ്വീകരിക്കേ, എന്നെ ഉള്ളിലോട്ടൊന്ന് കൈക്കൊള്ളേ, ഞാൻ നിന്റേതായി മാറാം. കർത്താവേ, ഇന്ന് ആര് വിശ്വസിക്കുന്നു അവന്റെ ഉള്ളങ്ങളിലേക്ക് യേശു എന്ന മഹാശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുക. യേശു എന്ന മഹാശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുക. രഞ്ജിത്തിനെ മാറ്റിയ ശക്തി ആമേൻ ഇന്ന് രാത്രി നിന്നെ മാറ്റാൻ പോവാം, എന്നെ മാറ്റാൻ പോവാം. ഈ യേശുവിന്റെ ശക്തി ഒന്ന് വിശ്വസിച്ച് വായി തുറന്ന് വിളിച്ച യേശുവെ, ഞാനൊരു പരാജയമാണ്, പക്ഷെ എന്നെ ജയിപ്പിക്കാൻ എന്റെ ഉള്ളിൽ വരുന്ന യേശുവിന് കഴിയുമെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അയ്യോ, എന്നെ പിടിച്ചോണം. ഇങ്ങനെ ദുരാത്മാക്കൾ അഴിയുന്ന ഞാൻ കാണാം. മനുഷ്യൻ നടക്കത്തില്ല. ദൈവശക്തി എന്നീ കാലുകളിലേക്ക് ആവശ്യം. ഈ മനുഷ്യൻ യേശുവേ എന്ന് വിളിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ ആത്മാവിലേക്ക് ക്രിസ്തു വന്നണയുന്നു. പറഞ്ഞേ, ആത്മാവിൽ. പറഞ്ഞേ, ഉറക്കെ പറ.
ആത്മാവിൽ ക്രിസ്തു വരുന്നു. എന്റെ ആത്മാവ് നിന്നോട് ചേരാൻ വാഞ്ചിക്കുന്നു, കാംക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. മാൻ വെള്ളം കുടിക്കാൻ വെള്ളച്ചാട്ടത്തിന് അടുത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്റെ അടുക്കലോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിന്റെ ആഗ്രഹം ദൈവത്തോട് ചേരണം. ആത്മാവ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവത്തെ താ, ദൈവത്തെ താ, ദൈവത്തെ താ, എനിക്ക് ദൈവത്തെ താ, എനിക്ക് ദൈവത്തെ താ, എനിക്ക് ദൈവത്തെ കൂടാതെ പറ്റത്തില്ല, എനിക്ക് ദൈവത്തെ വേണം. പക്ഷെ ദേഹിയും ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കും, വേണ്ട 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 വേണ്ട, ഞങ്ങൾ ലോകത്തിലുള്ളവരാകിയാൽ ഞങ്ങൾക്ക് ലോകത്തിലുള്ളത് മതി, ഞങ്ങൾക്ക് ലോകത്തിലുള്ളത് മതി, ഞങ്ങൾക്ക് ലോകത്തിലുള്ളത് മതി, ഞങ്ങൾക്ക് ലോകത്തിലുള്ളത് മതി. ലോകത്തോട് ചേർന്നുകൊണ്ടിരിക്കും. ആത്മാവിന്റെ ആഗ്രഹം ദൈവത്തോട് ചേരാൻ, ശരീരത്തിന്റെ ആഗ്രഹം ലോകത്തോട് ചേരാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാ നിന്റെ തീരുമാനം വളരെ നിർണായകമാണ്. നീ തീരുമാനിക്കുക, എന്റെ ആത്മാവ് ദൈവത്തോട് ചേരാൻ ഞാൻ അനുവദിക്കുന്നു. ഈ തീരുമാനമാണ് രക്ഷിക്കപ്പെടുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി തീരുമാനിക്കുക, ഞാൻ ഇങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എന്റെ ആത്മാവ് ദൈവത്തോട് ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് രാത്രി നിങ്ങൾ കരമുയർത്തി തീരുമാനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് തിരിച്ചറിയണമേ. നിങ്ങളുടെ ആത്മാവിലേക്ക് ക്രിസ്തു വന്നണയുന്നു. നിങ്ങളുടെ ആത്മാവിൽ ഇരിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ ദേഹത്തിന്റെ, നിങ്ങളുടെ ദേഹിയുടെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ആത്മാവിൽ ഇരിക്കുന്നതോടുകൂടെ ദേഹി യേശുവിന്റെ കൺട്രോളിലാകുന്നു. അതോടുകൂടെ കോപമുള്ള നീ കോപം മാറിയവനായി മാറുന്നു. ആമേൻ. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന നീ ശാന്തശീലനാകുന്നു. ഇതൊന്നും നീ ശ്രമിച്ചുളവാക്കുന്നതല്ല, നിന്നിൽ വന്ന ക്രിസ്തുവിനാൽ ഉളവാകുന്നതാ. ഇത് ഉണ്ടാക്കേണ്ടതല്ല, ഉണ്ടാകുന്നതാ. ഇന്ന് രാത്രി അത് ഉണ്ടാക്കാനല്ല, ഉളവാക്കുവാൻ യേശു ഇവിടെ വന്നിരിക്കുന്നു. അവന്റെ മഹത്വത്തെ തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഇന്ന് 3 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും. യേശുവേ, എന്റെ ഉള്ളിലേക്ക് വരണമേ, എന്റെ ഹൃദയത്തിലേക്ക് വരണേ എന്ന് വിളിക്കുമ്പോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു വരും. ഹല്ലേലൂയ. ഹൃദയം എന്ന് പറഞ്ഞാൽ ഹാർട്ട് എന്ന് പറയുന്ന ആ പാർട്ടിലേക്ക് അല്ല കേട്ടോ വരുന്നത്. ദ വേർഡ് കാർഡിയ. കാർഡിയ എന്ന വാക്കിന്റെ അർത്ഥം, കാർഡിയോളജി ഒക്കെ കേട്ടിട്ടില്ലേ? കാർഡിയ എന്ന വാക്കിന്റെ അർത്ഥം ഇന്നർ പേഴ്സണാലിറ്റി, അകം മനുഷ്യൻ, ആത്മ മനുഷ്യൻ. അർത്ഥം എന്താ? നീ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നത് കണ്ണയിലും മൂക്കയിലും നാക്കയിലും ചെവിയിലും അല്ല, നിങ്ങളുടെ ആത്മാവിലാണ്. നിങ്ങളുടെ ആത്മാവിൽ യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ആത്മാവിൽ സ്വീകരിച്ച യേശു നിങ്ങളുടെ ദേഹിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. പറഞ്ഞേ, ദേഹിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ദേഹിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതോടുകൂടിയാണ് നിങ്ങൾ ഒരു പുതിയ മനുഷ്യനാകുന്നു. കണ്ടവര് പറയുന്നു ഇപ്പൊ അവന് പഴയ മുൻകോപമില്ല. കണ്ടവര് പറയുന്നു പണ്ടത്തെ പോലെ അവൻ പാപം ചെയ്യുന്നില്ല. കാരണം പാപം ചെയ്യാനുള്ള ചിന്ത ദേഹിയിൽ ഉണ്ടാകുന്നില്ല. ഉണ്ടാകാൻ ആത്മാവിലിരിക്കുന്ന ക്രിസ്തു സമ്മതിക്കുന്നില്ല. അതാ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ, പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും സകലവും പുതുതായിരിക്കുന്നു. ഇനി ഒരു മേഖല കൂടെ ഞാൻ പറയാം. ഏതാ മേഖല എന്നറിയാമോ? ആത്മാവിൽ യേശു ഇരുന്ന് ദേഹിയുടെ നിയന്ത്രണം യേശു ഏറ്റെടുക്കുന്നതോടുകൂടെ തന്നെ 3ാമതൊരു മേഖലയിലേക്ക് യേശുവിന്റെ ചലനം ആരംഭിക്കുകയാണ്. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ ആത്മാവിൽ ഇരുന്ന് നിങ്ങളുടെ ദേഹിയിൽ ചലനം ചലിപ്പിച്ച് നിങ്ങളുടെ ദേഹത്തിലേക്ക് യേശുവിന്റെ നിയന്ത്രണം വരികയാണ്. പറഞ്ഞ ദേഹത്തിലേക്ക് യേശുവിന്റെ നിയന്ത്രണം വരികയാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞ ദേഹം. പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ ദേഹം. ദേഹത്തിലേക്ക് യേശുവിന്റെ കൺട്രോൾ വരികയാണ്. ദേഹത്തിലേക്ക് യേശുവിന്റെ കൺട്രോൾ വരുമ്പോഴാണ് അനക്കാൻ പറ്റാത്ത കഴുത്ത് ഇപ്പൊ അനങ്ങുന്നു, കേൾക്കാൻ പറ്റാത്ത ചെവി ഇപ്പൊ കേൾക്കുന്നു. അയ്യോ, വളഞ്ഞിരുന്നതല്ലേ ഈ കാല്, എങ്ങനെയായത് നിവർന്നു വന്നേ? നിന്റെ രൂപാന്തരമല്ല, നിന്റെ അകത്ത് വന്ന യേശു ചെയ്തതാണ്. ഓ, കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. അപ്പൊ ഇന്ന് ഏതൊക്കെ മേഖലകളിൽ വിടുതൽ ഇവിടെ നടക്കും? ഇന്ന് ഏതൊക്കെ മേഖലകളിൽ വിടുതൽ ഇവിടെ നടക്കും? ഇന്ന് ഏതൊക്കെ മേഖലകളിൽ അത്ഭുതം ഇവിടെ നടക്കും? ഏറ്റവും വലിയ അത്ഭുതം നിത്യജീവനാകയാൽ ഏറ്റവും വലിയ അത്ഭുതം ആദ്യം സംഭവിക്കണം. അതെവിടെയാണെന്നറിയാമോ? നിങ്ങളുടെ എല്ലാവരുടെ ആത്മാവിൽ നിങ്ങൾ ഇന്ന് രാത്രി യേശുവിനെ കൈക്കൊള്ളണം. രണ്ടാമത്, നിങ്ങളുടെ ദേഹിയിൽ
യേശുവിന്റെ നിയന്ത്രണത്തിന് നിങ്ങൾ അനുവദിക്കണം. മൂന്നാമത് നിങ്ങളുടെ ദേഹം. അപ്പൊ രോഗസൗഖ്യം അവസാനം നടക്കേണ്ടതാണ്, അതിന് മുമ്പേ നടക്കേണ്ടതാണ് വീണ്ടും ജനനം. അതിന് മുമ്പേ നടക്കേണ്ടതാണ് പുതിയ സൃഷ്ടിയാകുന്ന അനുഭവം. ഇന്ന് രാത്രി ശുദ്ധ സുവിശേഷം ദേശത്ത് വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിദുര ദേശത്ത് 3 ദിവസം ഉയർത്തി പ്രസംഗിച്ചത് യേശുവിനെ മാത്രമാണ്, ക്രിസ്തുവിനെ മാത്രമാണ്. അത്ഭുതത്തിന് നാമമായ യേശുവിന്റെ നാമത്തെയാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, എവിടെ ഞാൻ ഉയർത്തപ്പെടുന്നു അവിടെ ഞാൻ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നിന്നെ തൊടുവാനും പിടിപ്പാനും സൗഖ്യമാക്കുവാനും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ചേർന്ന് പ്രതികരിച്ചു, ചേർന്ന് പ്രതികരിച്ചു, ചേർന്ന് പ്രതികരിച്ചു, ചേർന്ന് പ്രതികരിച്ചു, ചേർന്ന് പ്രതികരിച്ചു, ചേർന്ന് പ്രതികരിച്ചു. ഹല്ലേലൂയ. ഇന്നലെ രാത്രിയിൽ മുമ്പിൽ വന്ന ഒരു സഹോദരി, 15 വർഷമായി നടന്നിട്ടില്ല എന്ന് പറഞ്ഞ ഒരു സഹോദരി എന്റെ അടുക്കൽ മുമ്പിൽ വന്നിരുന്നു. ആ സിസ്റ്റർ വന്നിട്ടുണ്ടോ ഇന്ന്? ഞാൻ അവരോട് ഇന്ന് വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 15 വർഷമായി ഞാൻ നടന്നിട്ടില്ല, എനിക്ക് നടക്കണം എന്ന് പറഞ്ഞൊരു അമ്മ വേദനയോടെ ഇന്നലെ രാത്രി ഇവിടെ ഫ്രണ്ടിൽ വന്നിരുന്നു. ആ സിസ്റ്ററോട് ഇന്ന് രാത്രി ഫ്രണ്ടിൽ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ സഹോദരി വന്നിട്ടുണ്ടോ? വന്നിട്ടെങ്കിൽ ഒന്ന് കരമുയർത്തിയാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആരംഭത്തിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 15 വർഷമായല്ലേ? 15 വർഷമായി യേശുവിന്റെ കരം തൊടുമെന്ന് എത്ര പേര് വിശ്വസിക്കും? യേശു അത്ഭുതത്തിന്റെ ദൈവമെന്ന് എത്ര പേര് വിശ്വസിക്കും? ഇത്ര മാത്രം ഒന്ന് പറഞ്ഞാട്ടെ. കാലുകൾക്ക് ബലം വരട്ടെ. സമയമായ ചാടി എഴുന്നേറ്റു എന്റെ കൂടെ. 15 വർഷമായി ഞാനൊന്ന് നടന്നിട്ട് സ്വന്തമായിട്ട് എനിക്കൊന്ന് നടക്കണം. ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ നിന്റെ സങ്കടമേ ഞാനിതിനെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എന്ത് ഇതിനെ കൊണ്ടുവന്നവരാരൊക്കെ ഇവിടെ വന്നിട്ടുള്ളേ? ഈ അമ്മയെ കൊണ്ടുവന്ന ആരല്ലോ വന്നിട്ടുള്ളേ? ഒരു മോനുണ്ടായിരുന്നല്ലോ ഇതിനെ കൊണ്ടുവന്നേ. മോനല്ലേ അത്? ഇതേപോലെ ഇന്നലെ അമ്മയുടെ അടുക്കായിരുന്നേ അല്ലേ? ഇതേപോലെ കൊണ്ടുകൊണ്ട് വന്നേ. ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. നമുക്കിപ്പോ കാലിന് ബലം വരുവാ അല്ലേ? ഒരു പ്രശ്നം തോന്നില്ല. 15 വർഷം കരമടിച്ചെന്നൊക്കെ കർത്താവിനെ സ്തുതിച്ച്. യേശു എന്ന നാമം അത്ഭുതത്തിൻ നാമം, 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 ഗുണകരം നടത്തുന്ന നാമം, യേശു എന്ന നാമം യേശു എന്ന നാമം അത്ഭുതത്തിൻ നാമം, യേശു എന്ന നാമം അത്ഭുതത്തിൻ നാമം, യേശു എന്ന നാമം അത്ഭുതത്തിൻ നാമം, യേശു എന്ന നാമം അത്ഭുതത്തിൻ നാമം. ഉടന്തർ നടക്കും നാമ, ഉടന്തർ നടക്കും നാമോ, ഊമൻ സംസാരിക്കും നാമോ, യേശു എന്ന നാമോ, ചെകിടൻ കേൾക്കും നാമോ, യേശു എന്ന നാമോ, ഊമൻ വായ് തുറക്കും നാമോ, യേശു എന്ന നാമോ, ചെകിടൻ കേൾക്കും നാമോ, യേശു എന്ന നാമോ, ഉടന്തർ നടക്കും നാമോ, യേശു എന്ന നാമോ, മരിച്ചവർക്ക് നാമോ, യേശു എന്ന നാമോ. യേശു എന്നാൽ സന്തോഷമുണ്ട്, യേശു എന്നാൽ സന്തോഷമുണ്ട്, യേശു എന്നാൽ ആനന്ദമുണ്ട്, യേശു
വന്നാൽ സന്തോഷമുണ്ട്, യേശു വന്നാൽ സന്തോഷമുണ്ട്, യേശു വന്നാൽ ആനന്ദമുണ്ട്, യേശു വന്നാൽ ആനന്ദമുണ്ട്, യേശു വന്നാൽ എല്ലാം നടക്കും, യേശു വന്നാൽ എല്ലാം നടക്കും, യേശു വന്നാൽ ഒന്നും നടക്കില്ലേ, യേശു വന്നാൽ ഒന്നും നടക്കില്ല, യേശു വന്നാൽ എല്ലാം നടക്കും, യേശു വന്നാൽ എല്ലാം നടക്കും, 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 എല്ലാം നടക്കും. യേശു വന്നാൽ എല്ലാം നടക്കും, എല്ലായിടത്തും എല്ലാം നടക്കും, വിദുരയിലും അത് നടക്കുന്നു, വിദുരയിലും അത് നടക്കുന്നു, വിദുരയിലത് നടക്കുന്നു, വിദുരയിലത് നടക്കുന്നു, വിദുരയിലത് നടക്കുന്നു, വിദുരയിലത് നടക്കുന്നു, ഇനി ഗ്രൗണ്ടിൽ നടക്കുന്നു, ഇന്ന് ഗ്രൗണ്ടിൽ നടക്കുന്നു, ഇന്ന് രാത്രി നടക്കുന്നു. ഇന്ന് രാത്രി നടക്കുന്നു, ജഗതന്റെ ചെവിയല്ല, ജഗതന്റെ ചെവിയല്ല, ഊമന്റെ വായല്ല, കുടന്റെ കാലല്ല, കുടുംബന്റെ കാലല്ല, തൊട്ടേ, 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 യേശുവിനെ തൊട്ടേ, യേശുവിനെ തൊട്ട്, തൊട്ടേ, 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 തൊട്ടേ. കണ്ണായ കണ്ണുകളും കണ്ണുകളും, കാവായ നാവുകളും നാവുകളും, ചെവിയായ ചെവികളും ചെവികളും, വായായ വായ്കളും ക്യാൻസറെല്ലാം കരിഞ്ഞു പോയി. ക്യാൻസറെല്ലാം കരിഞ്ഞു പോകും. ഇപ്പോൾ ടെൻഷൻ നടക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്, ഇന്ന് രാത്രി നടക്കുന്നുണ്ട്, ഇന്ന് രാത്രി നടക്കുന്നുണ്ട്, ക്യാൻസറെല്ലാം കരിഞ്ഞു പോയി. ക്യാൻസറെല്ലാം കരിഞ്ഞു പോകും. ഈ ഭാഷത്ത് വെളിച്ചമുണ്ട്, ഈ പാത്രത്തിൽ വെളിച്ചമുണ്ട്, നല്ലയാരുടെ മുഖത്തുണ്ട്, നല്ലയാളുടെ മുഖത്തുണ്ട്, ഈ ഭാഷക്ക് വെട്ടമുണ്ട്. ഈ പാത്രത്തിൽ തൊട്ടേ, 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 തൊട്ട് 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 യേശു ഞങ്ങളെ തൊട്ടേ, യേശു ഞങ്ങളെ തൊട്ട്, യേശു ഞങ്ങളെ തൊട്ടപ്പോൾ യേശു ഞങ്ങളെ തൊട്ടപ്പോൾ കണ്ണെല്ലാം കാണുന്നുണ്ടോ, കണ്ണെല്ലാം കാണുന്നുണ്ട്, ശരിയായി കാണുന്നുണ്ടോ, ശരിയായി കാണുന്നുണ്ട്. ഒന്നാമത്തെ രാത്രിയില് ഇവിടെ ഫസ്റ്റ് നൈറ്റില് ഒന്നാമത്തെ രാത്രിയില് ഈ കണ്ണിന്റെ ആയിരുന്നു കാഴ്ച, ഈ കണ്ണിനായിരുന്നു കാഴ്ചയില്ലാതെ കംപ്ലീറ്റ് ബ്ലൈൻഡ് ആയിരുന്നു. ഓ മൈ ഗോഡ് ജീസസ്. ഈ സഹോദരി വലിയ വിശ്വാസത്തോടെ വന്നതാ. ഈ വലത്തെ കണ്ണിന്റെ ആയിരുന്നു അല്ലേ? ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു ഇത് ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന്. Really? My God. ഇന്നിതാ മൂന്നാമത്തെ രാത്രിയിൽ അവൾ ഒരു കൈ ഉണഞ്ഞതിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. കണ്ണ് ക്ലിയർ ആയിട്ട് ഇപ്പൊ കാണാം. ക്ലിയർ ആയിട്ട് ഇപ്പൊ കാണാം. കരമൊന്നാണ് യേശുവിന്റെ മഹത്വം കൂടി. എത്ര വർഷമായിരുന്നു? അറിയാവുന്ന പ്രായം മുതലേ, എത്ര അറിയാവുന്ന പ്രായം, അറിവുള്ള പ്രായം മുതൽ ഈ കണ്ണിന് കാഴ്ചയില്ല. ഓ മൈ ഗാഡ്. മീൻസ് ജന്മന ബൈ ബർത്ത്. വിദൂഹാമോഹങ്ങളല്ല, സങ്കല്പങ്ങളല്ല, മിഥ്യാധാരണകളല്ല, ആരോ എങ്ങോ കേട്ടു പറഞ്ഞ് മടുത്തുപോയ മുത്തശ്ശി കഥയല്ല, ജീവിക്കുന്ന യേശുവിന്റെ അത്ഭുതങ്ങളാണ്. അവന്റെ മഹത്വം ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. അവന്റെ മഹത്വം ഇപ്പോഴും പുറപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി ഈ യേശു ജീവിക്കുന്നു. നിങ്ങളുടെ 3 മേഖലകളിൽ യേശു പ്രവേശിപ്പാൻ ഇന്ന് രാത്രി ആശിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ അവൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ദേഹിയെ അവൻ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ദേഹത്തെ അവൻ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 3 ക്രിയകൾക്ക് വേണ്ടി നിങ്ങളെ സ്വീകരിപ്പാൻ യേശു ഇപ്പോൾ തയ്യാറാണ്. യേശുവിനെ സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ കരങ്ങളെ ഉയർത്തിക്കേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ്, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ്. യേശുവിനെ സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ്. യേശുവിനെ ഇന്ന് രാത്രി ഹൃദയം കൊടുക്കുവാൻ താല്പര്യമുള്ളവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ്. യേശുവിനെ ആത്മാവിൽ വിളിച്ചു കയറ്റി യേശുവിനെ ദേഹിയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കും.
വഴിത്തലയ്ക്കൽ കരമുയർത്തി നിൽക്കുന്ന സ്നേഹിതർക്കായി ഞാൻ കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ കരങ്ങളെ എനിക്ക് കാണാൻ കഴിയും. നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചാട്ടെ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചാട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇന്ന് രാത്രി യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുന്നവർ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്റെ ദേഹിയിൽ, എന്റെ ആത്മാവിൽ, എന്റെ ഉള്ളത്തിൽ എനിക്ക് യേശുവിനെ വേണമെന്ന് പറയുന്നവർ കരമുയർത്തിയവർ, കരമുയർത്തിയവർ, കരമുയർത്തിയവർ ഇങ്ങനെ എന്നോട് ചേർന്ന് പറയുക, യേശുവേ. എല്ലാവരും പറയുക, യേശുവേ, എന്റെ രക്ഷിതാവേ, എന്റെ കർത്താവേ. ഇന്ന് രാത്രി എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായിട്ട് എന്റെ ആത്മാവിൽ ഇരിക്കാൻ, എന്റെ ദേഹിയെ നിയന്ത്രിക്കാൻ, എന്റെ ദേഹത്തെ സൗഖ്യമാക്കുവാൻ ഉയർത്തിയ കൈകളുമായി പരാജയം സമ്മതിച്ച് എന്റെ പരാജയ ജീവിതത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. എന്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ. എന്നെ അങ്ങയുടെ മകനാക്കി ഇന്ന് രാത്രി തീർക്കണമേ. യേശു ദൈവമെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. യേശു ദൈവമെന്ന് ഞാൻ വായ് കൊണ്ട് ഏറ്റുപറയുന്നു. അതിശയത്തെ ചെയ്യണമേ. എന്റെ കർത്താവായി ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു. ആമേൻ. ഇന്ന് യേശുവുമായിട്ട് പലരും ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകും. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തു. സ്തോത്രം. ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാനായി പോകുകയാണ്. ഈ ഗ്രൗണ്ടിൽ എന്റെ പ്രാർത്ഥന ഇതാണ്, ദൈവമേ, ഈ കോമ്പൗണ്ടിൽ അല്ല, ഈ ശബ്ദ സീമയ്ക്കകത്ത് തന്നെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും രോഗവുമായി തിരിച്ചു പോകരുത്. വലിയവനായിട്ട് യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നു. യേശുവിന്റെ മഹത്വം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വിടുതൽ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനല്ല നിങ്ങളെ സൗഖ്യമാക്കുന്നത്, യേശു അത്ര നിങ്ങളെ സൗഖ്യമാക്കുന്നത്. മുമ്പിലേക്ക് നടക്കുക, മുമ്പിലേക്ക് നടക്കുക, മുമ്പിലേക്ക് നടക്കുക, മുമ്പിലേക്ക് നടക്കുക. കസേരകൾ ഒഴിഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് കയറി കയറി നിൽക്കുക. ഈ ഭാഗത്തേക്ക് കുറച്ച് സഹോദരങ്ങൾ കൂടെ വരാൻ കഴിയും. ആ തെങ്ങിന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങൾ എഴുന്നേറ്റ് മുമ്പിലേക്ക് വരിക. ആ ഭാഗത്ത് ഇരിക്കുന്നവർ എഴുന്നേറ്റ് മുമ്പിലേക്ക് വരിക. ഈ ഭാഗം മുഴുവൻ കുറച്ചു പേർക്ക് വരാനായിട്ട് കഴിയും. നിങ്ങൾ മുമ്പിലേക്ക് നടക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി പോവുകയാണ് ഇന്ന് രാത്രി. ഓ യേശുവേ, യേശുവെ ഒന്ന് വിളിച്ചാൽ, യേശുവിനെ ഒന്ന് വിളിച്ചാൽ, യേശുവിനെ ഒന്ന് വിളിച്ചാൽ, അവന്റെ നാമത്തെ ഒന്ന് വിളിച്ചാൽ, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും, അത് ഹിന്ദുവോ മുസ്ലിമോ, അത് ക്രിസ്ത്യാനിയോ ബന്ധുക്കോസുകാരനോ വേർപാടുകാരനോ ആരായിക്കോട്ടെ, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കണം. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കണം. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന മുമ്പിലേക്ക് നടന്നാട്ടെ സഹോദരങ്ങളെ. ആ വഴിവക്കിൽ നിൽക്കുന്നവർ ദയവായി നിങ്ങൾ താഴെ ഇറങ്ങി മുമ്പിലേക്ക് വന്നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി രാത്രി പ്രാർത്ഥിക്കാനായിരിക്കും. എല്ലാവരും എവരിബഡി നിങ്ങളാണ് ഇന്ന് രാത്രി എന്റെ ഓഡിയൻസ്. നിങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നാട്ടെ. ഇവർ മുമ്പിലേക്ക് വന്നുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങാം. എല്ലാവരും, ഒരു മനുഷ്യൻ പോലും അവിടെ നിൽക്കട്ടെ. എല്ലാവരും മുമ്പിലേക്ക് വന്നാട്ടെ. എല്ലാവരും മുമ്പിലേക്ക് വന്നാട്ടെ. നാം ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാനായി പോവുക. നാം ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുക. നാം ഒരുമിച്ച് ഇന്ന് രാത്രി എത്രത്തോളം മുമ്പിലേക്ക് വരാമോ അത്രത്തോളം മുമ്പിലേക്ക് വന്നാട്ടെ. കസേരകൾ പ്രയാസമാണെങ്കിൽ അതിനെ തട്ടി മാറ്റി മുമ്പിലേക്ക് വന്നാട്ടെ. എത്രത്തോളം മുമ്പിലേക്ക് വരാമോ അത്രത്തോളം ഇന്ന് രാത്രി മുമ്പിലേക്ക് വന്നാട്ടെ. മുമ്പിലേക്ക് വന്നാട്ടെ. മുമ്പിലേക്ക് നടന്നാട്ടെ. മുമ്പിലേക്ക് നടന്നാൽ വോളണ്ടിയേഴ്സ് ഈ ഭാഗത്തുനിന്ന് കുറച്ച് ചെയറുകളെ ചുമന്നു മാറ്റിയാട്ടെ. കുറച്ചു പേരെ കൂടെ മുമ്പിലേക്ക് കൊണ്ടുവന്നാട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി പോകുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി പോകുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി പോകുക. സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിളിച്ചു. 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 ആ നാമത്തിൽ ഒന്ന് വിളിച്ചു. ആ നാമത്തിൽ ഒന്ന് വിളിച്ചു. ആ നാമത്തിൽ ഒന്ന് വിളിച്ചു. ആ നാമത്തിൽ ഒന്ന് വിളിച്ചു. Love,
നിന്നെ തൊടുന്നു മോളെ. യേശു നിന്നെ തൊടുന്നു. യേശു നിന്നെ തൊടുന്നു. ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ പെരുമഴ ഇവിടെ വ്യാപരിച്ചിറങ്ങിക്കൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക്, നിങ്ങൾ വന്നിരിക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ, പ്രാർത്ഥിക്കാൻ പോവാ, പ്രാർത്ഥിക്കാൻ പോവാ, പ്രാർത്ഥിക്കാൻ പോവാ. നസ്രയനായ യേശു എന്ന ദൈവപുത്ര, ഞങ്ങളുടെ പിതാവേ, രാത്രി ഈ ജനത്തെ കടാക്ഷിക്കണമേ. ഇവരോട് ഇന്ന് രാത്രി അങ്ങേക്ക് കരുണ തോന്നണമേ. ഇപ്പോൾ തന്നെ രോഗികളായിട്ട് വന്നിരിക്കുന്നവർ, നിങ്ങൾ രോഗമുള്ളിടത്ത് കരമെടുത്ത് വെക്കുക. അത്ഭുതങ്ങൾ നടന്നു. സൗഖ്യമായി അല്ലേ? സൗഖ്യമായി അല്ലേ? ആ കൈ ഉയർത്താൻ പറ്റുന്നുണ്ടല്ലേ? കണ്ടോ 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 കണ്ടോ? സൗഖ്യമായി കഴിഞ്ഞു. യേശുവേ, എന്റെ മക്കളെ കൈവച്ചിരിക്കുന്ന ഇടത്തേക്ക് രാത്രി അത്ഭുതത്തിന്റെ ദൈവമായിട്ട് അങ്ങ് ഇറങ്ങി വരണമേ. മുളകളെ ഇപ്പോൾ സൗഖ്യമാക്കണമേ. മുളകളെ ഇപ്പോൾ അപ്രത്യക്ഷമാക്കണമേ. അങ്ങയുടെ ദിവ്യശക്തിയെ, അങ്ങയുടെ അധികാരത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. രാത്രി ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ, രക്ഷിതാവേ, യേശുവേ, അത്ഭുതം നടക്കട്ടെ. വിളിച്ചേ ഇപ്പൊ തന്നെ ഇതിനകത്ത് 25 പേരുള്ള സൗഖ്യമായി കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ സൗഖ്യമായി കഴിഞ്ഞു. സ്വന്തം അവിടെ മുല കാണുന്നില്ല. ഇവിടെ പ്രശ്നമില്ലായിരുന്നോ? ഇവിടെ ഓടി വന്നേ, ഓട്ടണേ. അവരൊന്ന് കെട്ടിവിട്ടെ, അവരൊന്ന് കെട്ടിവിട്ടെ. ഭയങ്കര ദൈവശക്തി വ്യാപിച്ചു. എവിടായിരുന്നു പ്രശ്നം? ഇവിടായിരുന്നു. എത്രയുണ്ടായിരുന്നു അതിന് വലിപ്പം? കാണിച്ചു കേട്ടില്ല. എവിടായിരുന്നു ആ സ്പോട്ട് എന്ന് കാണിച്ച്? ഇപ്പൊ അവിടെ ഇല്ല. തപ്പി നോക്കിക്കേ. എന്താ സംഭവിച്ചേ? പറഞ്ഞേ. ഇപ്പൊ നോക്കിയപ്പോ അവിടെ ഇല്ല. ഇപ്പൊ നോക്കിയപ്പോ അവിടെ ഇല്ല. കരവാടിച്ച് യേശുവിനെ ഒന്ന് സ്തുതിച്ചേ. കരങ്ങൾ ഉയർത്തി വീശി ഒന്ന് സ്തുതിച്ചേ. കണ്ടോ ഇപ്പൊ വിളിച്ചാൽ നടക്കും കേട്ടോ. അവൾക്കത് നടന്നു, നിനക്കിപ്പോ നടക്കും. ഇപ്പൊ നിലവിളിച്ചാൽ നടക്കും. ഇപ്പൊ അത്ഭുതം ഉണ്ട്. ഇപ്പൊ അന്നെ തൈറോയിഡ് അപ്രത്യക്ഷമാകുന്നു. വിളിക്ക്, അവിടെ വിളിക്ക്. തൈറോയിഡ് ഇറങ്ങി പോകുന്നു. കൈയെടുത്തേ.
നോക്കിക്കേ, തപ്പി നോക്കിക്കേ. My Jesus. അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ചേ. അതെ മനുഷ്യ, ഇയാളുടെ പേരെന്നാ? ഇയാളുടെ നട്ടലിനാണ് പ്രശ്നം. എത്ര നാളായി സൗഖ്യമാകും? എത്ര വർഷമായി? ഒത്തിരി വർഷമായി. ഇപ്പൊ സൗഖ്യമാകും. ഓ, power of Jesus. ദൈവശക്തി അടിച്ചോണ്ടിരിക്കും. ദൈവശക്തി അടിച്ചോണ്ടിരിക്കും. ദൈവശക്തി അടിച്ചോണ്ടിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി അടിച്ചോണ്ടിരിക്കും. കഴിഞ്ഞു. കുനിയുമോ നിവരുവോ എന്നാ വേണച്ചോ സ്റ്റേജിലോട്ട് കയറിയിട്ട് കയറാം. പോയി കുനിയുമോ നിവരുവോ എന്നാ വേണച്ച് കാരണം അടിച്ചു യേശുവിന്റെ മകത കൊണ്ട്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവർ കണ്ണോട് തുറക്കുന്നു കേട്ടോ. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരെ പ്രാർത്ഥിച്ചു. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ആയിട്ടുണ്ട്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവർ കാണൂലേ? ഏത് കണ്ണ്? ഇതിനാണോ പോയെ? രണ്ടും വിശ്വസിക്കുന്നോ? നീ യേശു തുറക്കുമെന്ന് വിശ്വസിക്കുന്നു? ജന്മന ഇങ്ങനെയാണോ? കേട്ടില്ല. ജന്മന കേട്ടില്ല. തന്നെ എന്ന് പറഞ്ഞ എന്തോ? ജന്മന ഇങ്ങനെ, ജന്മന അങ്ങനെ തന്നെ. നിന്റെ കൂടാരാ വന്നിട്ടുള്ളേ? ശരിയാണോ ഈ മോൻ പറഞ്ഞത്? ശരിയാണോ? അവന് ജന്മന കണ്ണിന് പ്രശ്നമുണ്ടോ? നിനക്കറിയാവോ? നിന്റെ അമ്മ വന്നിട്ടുണ്ടോ? എത്തിയ നിന്റെ അമ്മ? അമ്മയുടെ പേരെന്നാ? അനിത എവിടെ? അനിത എവിടെ? അനിത ശരിയാണോ? അവിടെ അനിത പറഞ്ഞേ. അനിത ശരിയാണോ ഈ പറയുന്നത്? ഇവന് കണ്ണിന് കാഴ്ചയില്ലേ ജന്മന? യേശു സൗഖ്യമാക്കാൻ പോ. വിശ്വസിക്കുന്ന അനിത കൈവച്ചു പോലെ. ഇവനെ പൊക്കിയിട്ടോ? ഇവനെ പൊക്കിയിട്ടോ? അവിടെ കണ്ണ കൈവച്ചോ? ഞാൻ ദൈവശക്തിയെ വിശ്വസിക്കുന്നു. ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. ഞാൻ യേശുവിന്റെ അത്ഭുതത്തെ വിശ്വസിക്കുന്നു. യേശു ഇന്നും എന്നും അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ തന്നെ ഇവന്റെ ശരീരത്തിലേക്ക്, ഇവന്റെ കണ്ണിലേക്ക് ആ ദൈവശക്തി അടിക്കട്ടെ. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഓ, ദൈവശക്തി അടിക്കുന്നു. സൗഖ്യമാകുന്നത് ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിനെ തൊട്ടുകൊണ്ടിരിക്കും. യേശുവിന്റെ ശക്തി തൊട്ടുകൊണ്ടിരിക്കും. ഇതൊരു വലിയ സൗഖ്യമാണ്. ജന്മന ഉള്ളത്, ഗോൺ ബ്ലൈൻഡ്, ജന്മന ഉള്ളത് യേശുവിന്റെ കരം തൊട്ടു. എഴുന്നേപ്പിച്ചവന്, എഴുന്നേപ്പിച്ചു, എഴുന്നേപ്പിച്ചു. പോലെ കണ്ണ് തിരുമിട, കണ്ണ് തിരുമി തുറക്കട. നോക്കട്ടെ. എന്റെ കയ്യെ പിടിക്ക, എന്റെ കയ്യെ പിടിക്ക. ഹരമുയർത്തി വീശി യേശുവിനെ വിസ്തുതിച്ച്, ഹരമുയർത്തി വീശി യേശുവിനെ വിസ്തുതിച്ച്, യേശുവിനെ വിസ്തുതിച്ച്, യേശുവിനെ വിസ്തുതിച്ച്, യേശുവിനെ വിസ്തുതിച്ച്. ആ നാമത്തെ ഒന്ന് വിളിച്ച്, ആ നാമത്തെ ഒന്ന് വിളിച്ച്, ആ നാമത്തെ ഒന്ന് വിളിച്ച്. This is Jesus. This is Jesus. This is Jesus. കുരനരല്ല കാണുമേ യേശുവിൻ നാമത്തിൽ. ചെകിടരല്ല യേശുവിൻ നാമത്തിൽ. കുരനരല്ല കാണുമേ യേശുവിൻ നാമത്തിൽ. ചെകിടരല്ല കേൾക്കുമേ യേശുവിൻ നാമത്തിൽ. കുരനരല്ല യേശുവിൻ നാമത്തിൽ. ഗുണമേ
ശക്തികളാണ്. നീ ഒരു മന്ത്രവാദിയാണോ? എന്നെ വകച്ചതാണ്. മന്ത്രവാദിയാണോ? വകച്ചതാണ്. മന്ത്രവാദിയാണോ? അല്ല, എന്നെ വകച്ചതാണ്. വകച്ചതാണ്. എന്നെ വകച്ചതാണ്. മന്ത്രശക്തികൾ നിന്നെ രക്ഷപ്പെടുത്തിയോ? രക്ഷപ്പെടുത്തിയില്ല. മന്ത്രശക്തികൾ നിന്നെ രക്ഷപ്പെടുത്തിയോ? രക്ഷപ്പെടുത്തിയില്ല. ശമരിയിൽ ഉണർവ് നടന്നപ്പോ മന്ത്രവാദികൾ ശമരിയല് മുഖന്തരല്ല അധികാരമുള്ള നാമത്തിൽ നിനക്കിപ്പം ഇവളെ വിട്ട് എന്നേക്കുമായി പോകാം. മുടന്തരെല്ലാം നടക്കുമേ യേശുവിൻ Give me a minute. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കണേ. എന്താ പറഞ്ഞേ? യേശു സൗഖ്യമാക്കുന്നു. ഇരുന്നയാള് നടന്നു, കരമടിച്ചൊന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവന് എഴുന്നേറ്റ് പോകുന്നു. ആദ്യം അവന്റെ അടുക്ക ചെന്ന് ഞാൻ പറഞ്ഞതാ, പിന്നെ അവനെ കാണാൻ പറ്റിയില്ലല്ലേ. യേശുവിന്റെ മഹാശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു.
മുടന്തരെല്ലാം പറഞ്ഞേ, മുടന്തരെല്ലാം എല്ലാരും ഒന്ന് പറഞ്ഞേ, മുടന്തരെല്ലാം നടക്കുമേ യേശുവിൻ നാമത്തിൽ. മന്ത്രവാദങ്ങൾ കെട്ടുകെട്ടി യേശുവിൻ നാമത്തിൽ. മന്ത്രവാദങ്ങൾ കെട്ടുകെട്ടി യേശുവിൻ നാമത്തിൽ. മന്ത്രവാദങ്ങൾ യേശുവിൻ നാമത്തിൽ. മന്ത്രവാദിയുടെ പണി പോയി യേശുവിൻ നാമത്തിൽ. മന്ത്രവാദിയുടെ പണി പോയി യേശുവിൻ നാമത്തിൽ. മന്ത്രവാദങ്ങൾ ഒഴിയുന്നേ യേശുവിൻ നാമത്തിൽ. പ്രാർത്ഥിക്കാൻ പോവാ. പ്രാർത്ഥിക്കാൻ പോവാ. പ്രാർത്ഥിക്കാൻ പോവാ. പിതാവേ, വിധവയുടെ ചരിത്രത്തിൽ ഇത് എഴുതുന്നൊരു യോഗമാണല്ലോ. ഇവിടെ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഉണർവിനാണ് സ്തോത്രം. ഓരോ വ്യക്തികളെയും ഇന്ന് രാത്രി യേശുവിന്റെ കരം സ്പർശിക്കുമെന്നാണ് സ്തോത്രം. നാസറേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതിനകത്തുള്ള മുഴുവൻ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. 532 തരത്തിലുള്ള രോഗാത്മാക്കൾ ഗ്രൗണ്ട് വിട്ട് രാത്രി ഓടിക്കൊണ്ടിരിക്കുന്നു. 532 തരത്തിലുള്ള രോഗാത്മാക്കൾ രാത്രി ഗ്രൗണ്ട് വിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അവയുടെ നിലവിളി കേൾക്കാൻ പറ്റുന്നു. അവ ദേശം വിട്ട് ഓടിയിരിക്കുന്നു. ഇത് ഉണർവിന്റെ കാലം. ഇപ്പോൾ തന്നെ നാസറേനായ യേശുവിന്റെ നിന്റെ ശക്തി ഇപ്പോൾ തന്നെ മുടന്തർ നടക്കുന്നത്, ജന്മനാ കണ്ടു കാണാത്തത് കാണുന്നതും, ഊമ സംസാരിക്കുന്നത് യേശുവിന്റെ കാലത്ത് ഞങ്ങൾ കേട്ട അത്ഭുതങ്ങൾ. എന്നാൽ ഈ നാളുകളിൽ യേശു അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് യേശു ദൈവമായിട്ട് ഇന്നിവിടെ വന്നിരിക്കുന്നതാണ് സ്തോത്രം. ഈ യേശുവിനോട് ചേരാൻ നൂറുകണക്കിന് ആൾക്കാരെ ഈ ദേശത്ത് ദൈവം എഴുന്നേൽപ്പിച്ചതിനാണ് സ്തോത്രം. ഞാൻ ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തി മുതൽ ഏറ്റവും പുറകിലെ വഴിയിൽ നിൽക്കുന്ന വ്യക്തി വരെ രക്ഷക കർത്താവേ, സജ്ജത്തിന്റെ കരമല്ല യേശുവിന്റെ കരം ഇപ്പോൾ നീട്ടി സ്പർശിക്കണം. ഇപ്പോൾ നീട്ടി സ്പർശിക്കണമേ. നീ ഇവരെ വിടുവിക്കണമേ. നിന്റെ നാമത്തെ മഹത്വീകരിക്കണമേ. അത്ഭുതത്തെ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. എന്താ സംഭവിച്ചേ? ചെവി ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഒരു പ്രശ്നമില്ല. മറ്റേ ചെവി അടച്ചു പിടിച്ചോ. സംസാരിക്കുന്ന കേൾക്കാം. കേൾക്കാം. ക്ലിയർ ആയിട്ട് കേൾക്കാം. കേൾക്കാം. എത്ര വർഷമായിട്ട് ഇതിന് പ്രശ്നം ഉണ്ടായിരുന്നു? കൊച്ചിലെ ഉണ്ടായിരുന്നു. ജന്മന ഉള്ളതാ. ഇടത്തെ ചെവിക്ക് ജന്മന കേൾവിയില്ല. ചെവി പഴുത്തു പൊട്ടുമായിരുന്നു. ഓ മൈ ഗോഡ്. ജന്മന ഇങ്ങനെ തന്നെയാണ്. See the miracle. ജന്മന ഒരു ചെവി കേൾക്കത്തില്ല. ചെവി കേൾക്കത്തില്ലായിരുന്നു. ജന്മന കരുവനാട് സംബന്ധിച്ച് കരുവനാട്. നിങ്ങളുടെ സ്വന്തക്കാരും ബന്ധക്കാരും ഇവിടെ വന്നിട്ടുണ്ടോ? എന്റെ ഭർത്താവും എവിടെ? ഭർത്താവ് എവിടെ? അത് കരമുയർത്തില്ല. ഭർത്താവ്. അല്ല ചേട്ടാ, ഈ പറയുന്നത് ശരിയാണോ?
ഈ അമ്മയ്ക്ക് ഈ ചെവി കേൾക്കത്തില്ല എന്ന് പറയുന്നത് ശരിയാണോ? അതെ. അലക്സേട്ടാ, ഈ പറയുന്നത് ശരി തന്നെ? ശരിയാണ് സർ. ഇവർക്ക് ജന്മന ഒരു ചെവി കേൾക്കൂല. കേൾക്കൂല. അലക്സേട്ടൻ തന്നെ ആ മറ്റേ ചെവി അടച്ചു പിടിച്ചു. യേശു ഇന്ന് ജീവിക്കുന്നു. വിധിരയിൽ കർത്താവ് എനിക്ക് വേണ്ടി എന്നും ജീവിക്കുന്നു. നിങ്ങളവിടെ കണ്ണുനീര് കാണണമേ. ജന്മന കേൾക്കാത്ത ചെവി. ഞാൻ ചോദിക്കട്ടെ, കരയാതെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ഞാൻ പറയുന്നു. അപ്പൊ ഇത് വലിയ നിന്നയായിരുന്നോ? പ്രതീക്ഷിക്കാത്തതായിരുന്നു എനിക്ക് നടന്നു. ഇത്രയും സൗകര്യം ഇത്രയും വർഷം കൊണ്ട് മെഡിക്കലിലൊക്കെ ഡോക്ടറൊക്കെ കാണിച്ചിട്ടുള്ളതായിരുന്നു. ചെവി പൊട്ടി പഴുത്തൊലിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു മാസം കൊണ്ട് ഞാൻ നെടുമങ്ങാട് ആശുപത്രി ഡോക്ടറെ കാണിച്ചു. ഈ വിഷയത്തെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾവി ഇല്ലെന്ന് മാത്രമല്ല, അതിന്റെ അകത്തോടെ പഴുപ്പിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഡോക്ടറുടെ ചികിത്സ? നെടുമങ്ങാട് ENT വിഭാഗത്തിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഡോക്ടർക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഈ ചെവിക്ക് കേൾവി ഇല്ലായിരുന്നു. ആ ഡോക്ടർ തന്നെ ആ സർട്ടിഫിക്കറ്റ് എല്ലാം കയ്യിലുണ്ട്. ഇല്ല അത് മാത്യു ചിറക്കൽ എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു ആദ്യം ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. മാത്യു ചിറക്കൽ ഡോക്ടറുടെ ആ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, വീട്ടിലുണ്ട്. ആ ഡോക്ടർ ചെവി കേൾക്കത്തില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. ഡോക്ടറുടെ ചെവി കേൾക്കത്തില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട് കയ്യിൽ. നിങ്ങൾ ഈ സഹോദരിയെ ഇന്ന് കണ്ടിട്ട് വീട്ടിൽ പോകാവുള്ളൂ. ഇവിടെ ഇരിക്കുന്ന 1000 പേരും ഈ സഹോദരിയെ ടെസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ പോകാവുള്ളൂ. ഇത് ഊഹാമോഹമല്ല, ഇത് സങ്കല്പമല്ല, ഇത് അബദ്ധപഞ്ചാംഗമല്ല, ഇത് ഒരു കൺവെൻഷൻ കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ ഉരുണ്ടുപോകുന്ന സൗഖ്യമല്ല. യേശു ജീവിക്കുന്നു. പരമടിച്ചൊന്ന് വിശ്വസിച്ചാൽ ജന്മനാ ചെവി കേൾക്കാത്ത ഒത്തിരി പേരെ കണ്ടോട്ടു. അവരുടെ കരങ്ങളെല്ലാം എന്താ സഹോദരിക്ക് സംഭവിച്ചേ? എന്താ സംഭവിച്ചേ? ഉറക്കെ പറഞ്ഞേ. യേശു നിന്നെ തൊട്ടില്ലേ? എന്താ സംഭവിച്ചേ? മുഴ ഉണ്ടായിരുന്നു. എത്ര വലിപ്പം ഉണ്ടായിരുന്നു? ഒന്ന് കാണിച്ചു ഇവരെല്ലാരും. എത്ര വലിപ്പം ഉണ്ടായിരുന്നു? സീലേ ഉയർത്തി കാണിച്ചു. ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സാധനം. ഇപ്പൊ അവിടെ നോക്കിയപ്പോ അതില്ല. കരമടിച്ചൊന്ന് യേശുവിന്റെ മകൻ. യേശു ജീവിക്കുന്നു. യേശുവിന്റെ അത്ഭുതങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ചിലരിങ്ങനെ പറയാറുണ്ട് അതെല്ലാം സങ്കല്പങ്ങളാണ്. സഹോദരങ്ങളെ, നിരീശ്വരവാദികളെ, കം ടു ദ സ്റ്റേജ്. വരിക. ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നു. ഇത്രയും നല്ല യൗവനത്തിൽ, ആരോഗ്യമുള്ള പ്രായത്തിൽ, വിദ്യാഭ്യാസമുള്ള വ്യക്തി ഈ നാണക്കേടിന്റെ സുവിശേഷം പറയാൻ നിൽക്കത്തില്ല. ഈ യേശു ജീവിക്കുന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് തന്റെ ഇടത്തോടെ ഏത് കവലയിൽ നിന്ന് ആരെയും ചലഞ്ച് ചെയ്ത് പറയാം ഈ യേശു ജീവിക്കുന്നു. എന്നാ കാര്യം എന്നറിയോ? പറയുന്നിടത്ത് അവൻ തെളിയിക്കാനായിട്ട് അത്ഭുതങ്ങളുമായിട്ട് വരും. ഇന്ന് രാത്രിയിലും വരും. ഇവിടെ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അവന്റെ മഹത്വം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങുന്നുണ്ട്. അതിനെ വന്നട്ടെ. ലോകമെമ്പാടും നമ്മെ കാണാൻ പോകുന്ന പ്രേക്ഷകർക്ക് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. സന്തോഷമുണ്ടോ? ഒന്ന് കരം ഉയർത്തി ഈ വീഡിയോയുടെ നേരെ ഒന്നല്ല. വിതുരയിൽ നിന്ന് ലോകമെമ്പാടും ഞങ്ങളെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിതുരയിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ആത്മീക ഉണർവ്, ജന്മന കേൾക്കാത്ത ചെവികൾ, ജന്മന കാണാത്ത കണ്ണുകൾ തുറന്നു വന്ന യേശുവിന്റെ കാലത്ത് നടന്ന അതേ അതിശയങ്ങൾ ഇവിടെ നടക്കുന്നതിനാണ് സ്തോത്രം. ലോകമെമ്പാടും ഞങ്ങളെ കാണാൻ പോകുന്ന ആയിരങ്ങൾ, ലക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ ജനം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ ജനം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരു വലിയ അഭിഷേകം കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വീകരണ മുറികളിലേക്ക് ഇറങ്ങട്ടെ. യൂട്യൂബിലൂടെ ഞങ്ങളെ കാണുന്നവർക്കായി സ്തോത്രം. 4 ഭൂഖണ്ഡങ്ങളിൽ ഞങ്ങളെ കാണാൻ പോകുന്ന ലക്ഷോപലക്ഷങ്ങൾക്ക് വേണ്ടി സ്തോത്രം. ഞങ്ങൾ ഇന്നിവിടെ അനുഭവിക്കുന്ന അതേ ആത്മസാന്നിധ്യം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടങ്ങളിലേക്ക് വ്യാപരിച്ചിറങ്ങട്ടെ. അതിശയകരമായി രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായി ജന്മനുള്ള വൈകല്യങ്ങൾ സൗഖ്യമാകട്ടെ. യേശു അത് ചെയ്യുന്നതിനായി സ്തോത്രം. ആമേൻ.
ഒന്ന് കരമുയർത്തി ഒന്ന് വീശി, കരമുയർത്തി ഒന്ന് വീശി, കരമുയർത്തി ഒന്ന് വീശി കർത്താവിനെ ഒന്ന് സ്തുതിച്ച.